51 സങ്കീർത്തനം നമുക്കൊന്ന് എടുക്കാം. 51 സങ്കീർത്തനം. സങ്കീർത്തനം 51 കാണാതെ അറിയാമല്ലോ അല്ലേ? എല്ലായ്പ്പോഴും നിങ്ങൾ ഇടവകയിലൊക്കെ ആയിരിക്കുമ്പോഴും ഒക്കെ എപ്പോഴൊക്കെ കുമ്പസാരിക്കാൻ പോകുമ്പോൾ നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചൊരുങ്ങാൻ നല്ലതാണ്. കുമ്പസാരത്തിനുള്ള ഒരുക്കമൊക്കെ നമുക്കറിയാം, മനസ്സാപ്രകരണം അറിയാം. ഒപ്പം തന്നെ വചനം വായിച്ച് പ്രാർത്ഥിച്ച് ശക്തി നേടാൻ നമ്മളെ ഒത്തിരിയധികം സഹായിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 51 സങ്കീർത്തനം. ദാവീദിൻ്റെ അനുതാപത്തിൻ്റെ കീർത്തനമാണ്. അതിലൊരു വാക്യം ഇങ്ങനെയാണ്, ഒരു പക്ഷേ കാണാപ്പാടം അറിയായിരിക്കും. 51:10 ഉറക്കെ ഒന്ന് വായിച്ചേ. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. അതൊരു പ്രാർത്ഥനയായിട്ട് നിങ്ങൾ ഓരോ തവണ കുമ്പസാരിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവേണ്ട ഒരു പ്രാർത്ഥനയാണ്. കർത്താവേ, ഒരിക്കലും നഷ്ടപ്പെട്ടു പോവാത്ത ഒരു ചൈതന്യം, ഒരു പുതിയ ചൈതന്യം എന്നിൽ അങ്ങ് തിരിച്ചു തരണമേ. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളെല്ലാം ആ ഒരു ദൈവിക ചൈതന്യം ഉണ്ടോ? ഉൽപ്പത്തി 1:27 നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മൾ ആരുടെ ഛായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും. മാമോദീസായിലൂടെ നമുക്കങ്ങ് ഒരു ക്ലിയർ ആയിട്ട് കിട്ടും. സ്ഥൈര്യലേപനത്തിലൂടെ ആ കൃപകളെല്ലാം നമുക്ക് ഉറപ്പിച്ച് കിട്ടും. ഓരോ കൂദാശകളിലും ആ ചൈതന്യം റിന്യൂ ചെയ്യപ്പെടുകയാണ്, പുതുതായി തീർക്കുകയാണ്. നമ്മളത് പിന്നെയും നഷ്ടപ്പെടുത്തി കളയപ്പോൾ പാപം ചെയ്ത് പോകുമ്പോൾ നമ്മൾ ആ ചൈതന്യമൊക്കെ പോകും. പക്ഷെ ആ ചൈതന്യത്തെ തിരിച്ചു തരണമേ നമ്മൾ ഓരോ കുമ്പസാരത്തിൻ്റെ സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അചഞ്ചലമായ, ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത ഒരു നവചൈതന്യം അങ്ങനിൽ തരണമേ. പറഞ്ഞേ ഹല്ലേലൂയ. വലതുവഴി പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ഈ പ്രാർത്ഥിച്ച ഒരു വചനം വലിയൊരു ശക്തിയുള്ളതാണ്. സങ്കീർത്തനം 51:10 അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ സൃഷ്ടിക്കണമേ. ഈ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ബൈബിളിൽ. ചൈതന്യം, ഗ്രേസ്, മറ്റ് പല വാക്കുകളുണ്ട്. ഗ്ലോറി ഉപയോഗിക്കുന്നുണ്ട്, പല സ്ഥലങ്ങൾ മാറി മാറി ഉപയോഗിക്കുന്നുണ്ട്. ചൈതന്യം, ദൈവ ചൈതന്യത്തെക്കുറിച്ച് നമ്മൾ ആദ്യം കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. എല്ലാത്തിനും ഒരു തുടക്കം നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്ന ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യത്തെ താളുകളിൽ, ആദ്യത്തെ വരികളിൽ തന്നെ നമ്മൾ കാണും ഒരു ചൈതന്യത്തെക്കുറിച്ച്. എവിടെയാണ് നമ്മൾ വായിക്കുന്നത്? ആഴത്തിന് മീതെ ദൈവത്തിൻ്റെ ചൈതന്യം ഇങ്ങനെ നിറഞ്ഞു നിന്നു. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചോദിക്കും, നല്ല ശ്രദ്ധയോടെ ഇരിക്കണം, നമ്മൾ ഈശോയോട് ചോദിക്കുന്നത് 51 സങ്കീർത്തനമൊക്കെ വായിച്ച് പ്രാർത്ഥിക്കുമ്പോഴും ഓരോ കുമ്പസാരം നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്, ദൈവമേ, ആ ഒരു ചൈതന്യം. ഏത് ചൈതന്യം? അതായത് ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ചൈതന്യം ഉണ്ടല്ലോ, ആ ചൈതന്യത്തിന് വേണ്ടി നിങ്ങൾ ചോദിക്കണം. അതെന്താണെന്ന് വെച്ചാൽ പറഞ്ഞു തരാം. നന്നായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു വിശുദ്ധിയിലേക്ക്, നമ്മുടെ ജീവിതം അതിൻ്റെ ഒരു സന്തോഷം, ആനന്ദം, അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഈ ചൈതന്യം നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നാൽ കിട്ടിക്കൊണ്ടിരിക്കും. ഈശോയുടെ ആ ചൈതന്യം ചോദിക്കും. ഈ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ, ഈ സൃഷ്ടിയുടെ ആരംഭത്തിൽ കൊടുത്തിരിക്കുന്ന ആ ചൈതന്യം, അചഞ്ചലമായ ഒരു ചൈതന്യം. പറഞ്ഞേ ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം ഒന്ന് എടുത്തേ, 1-ാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം. ദൈവം സകലതും സൃഷ്ടിക്കുന്നു. നമുക്കൊന്ന് കർത്താവിൻ്റെ വചനം, കർത്താവ് ഒരു വാക്കുകൊണ്ടെല്ലാം സൃഷ്ടിക്കുന്നു. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ആ വാക്കിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹെബ്രായർ 4:12 വീണ്ടും പറയൂ. ദൈവത്തിൻ്റെ വാക്കിൻ്റെ പ്രത്യേകത സജീവമാണ്, ഊർജ്ജസ്വലമാണ്, മൂർച്ചയേറിയതാണ്. അതൊരു വ്യക്തിയാണ്, ആ വ്യക്തി ദൈവമാണ്. ആ ദൈവം ആരാണ്? ഈശോയാണ്. യോഹന്നാൻ 1:1 അത് സാക്ഷ്യപ്പെടുത്തുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു, ഈശോ. പറഞ്ഞേ ഹല്ലേലൂയ. സോ ആ ദൈവം സകലതും സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് നമുക്ക് 1-ാമത്തെ അധ്യായത്തിൽ വായിക്കും. 1-ാം അധ്യായം 1-ാം വാക്യം, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. സോ നമ്മുടെ മുമ്പിലേക്ക് ഒരു ചോദ്യമായിട്ട് വിശ്വാസമുള്ള നമുക്കും അവിശ്വാസികൾക്കും ഒരുപോലെ ഉള്ള ചോദ്യങ്ങളാണ്. ഒരു സയൻറ്റിഫിക് ടെമ്പറമെൻറ്റിലോ ഒരു ലോജിക്കൽ ഫ്ലോയിലോ ചിലപ്പോൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നമ്മളോട് 1000 ചോദ്യങ്ങൾ വരും. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോൾ വാട്ട് അബൌട്ട് ചന്ദ്രൻ, വാട്ട് അബൌട്ട് നക്ഷത്രം, വാട്ട് അബൌട്ട് ജിൻസച്ചൻ, അതിലെല്ലാം ദൈവം സൃഷ്ടിച്ചോ? ബൈബിള് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്, വിശുദ്ധ ഗ്രന്ഥം, കർത്താവിൻ്റെ വാക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത് എന്ന് ഇതെല്ലാം തുടങ്ങിയെന്നല്ല, ആര് ഇതെല്ലാം തുടങ്ങിയെന്നാണ്. ക്ലിയർ ആവണേ? എന്ന് ഇതെല്ലാം തുടങ്ങിയെന്നറിയണമെങ്കിൽ നിങ്ങൾ എവിടെ തപ്പണം? നിങ്ങൾ ഹിസ്റ്ററി ടെക്സ്റ്റുകൾ തപ്പുക, നിങ്ങൾ സയൻറ്റിഫിക് ടെക്സ്റ്റുകൾ തപ്പുക. ആരിതെല്ലാം തുടങ്ങിയെന്നറിയണമെങ്കിൽ എവിടെ നോക്കണം? വിശുദ്ധ ഗ്രന്ഥത്തിൽ നോക്കണം. ആദിയിൽ ആര് എല്ലാം സൃഷ്ടിച്ചു? ദൈവം. പറഞ്ഞേ ഹല്ലേലൂയ. അത് വിശ്വാസിക്കും അവിശ്വാസിക്കും ഒരുപോലെ ഡൈജസ്റ്റ് ചെയ്യണം. ആദിയിൽ എന്ന്. ഇംഗ്ലീഷ് ബൈബിളിൽ നമ്മൾ അതിൻ്റെ വേർഷൻ ഇങ്ങനെ വായിക്കുക, ഇൻ ദ ബിഗിനിങ് എന്നല്ല, ഇൻ എ ബിഗിനിങ്. അതിൻ്റെ ഒറിജിനൽ റൂട്ടിൽ കിടക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങളുടെ ഇംഗ്ലീഷ് ബൈബിളിൽ അത് ഇൻ ദ ബിഗിനിങ് എന്നായിരിക്കും കിടക്കുന്നത്. അതിൻ്റെ ഒറിജിനൽ ഹെബ്രായ ഭാഷയിൽ എഴുതിപ്പെട്ടിരിക്കുന്ന ആ വചനത്തിൻ്റെ കൃത്യം ട്രാൻസ്ലേഷൻ ഇൻ എ ബിഗിനിങ്. ഒരു തുടക്കത്തിൽ. ഏത് തുടക്കത്തിൽ? എപ്പോൾ ദൈവം തുടങ്ങിയോ അപ്പോൾ. കേട്ടുന്നുണ്ടോ? ആദിയിൽ, ഇൻ എ ബിഗിനിങ്. ആ എ ബിഗിനിങ് എപ്പോഴാണ്? അത് ദ ബിഗിനിങ് ആണെങ്കിൽ തന്നെ കർത്താവ് തുടങ്ങിയ ആ സമയം നമുക്കറിയില്ല. ബൈബിൾ നമ്മളോട് പറഞ്ഞു തരുന്നത്
വെൻ എന്നല്ല, ഹൂ എന്നാണ്. എപ്പോ എന്നല്ല, ആര് എന്നാണ്. പറഞ്ഞേ ഹല്ലേലൂയ. സോ ആദിയിൽ ആര്? ദൈവം. എന്തൊക്കെ സൃഷ്ടിച്ചു? ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആകാശം, ഭൂമി, ഈ പ്രപഞ്ചത്തിൽ എന്തോരം പ്രപഞ്ചങ്ങളുണ്ട്, എത്ര യൂണിവേഴ്സ്, എത്ര മിൽക്കി വേസ്, എത്ര സ്റ്റാർസ്, എത്ര സ്റ്റാർ ഫാമിലീസ്. അപ്പോൾ അതിനെയൊന്നും കർത്താവ് സൃഷ്ടിച്ചില്ലേ എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ വരും. നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളോട് ആരെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹെബ്രായ ഭാഷയിലാണ് എഴുതിയേക്കുന്നതെന്നുള്ള ഒരൊറ്റ കാര്യം ബേസിക്കായിട്ട് മനസ്സിലാക്കിയേക്കുക. ആകാശവും ഭൂമിയും വളരെ ചുരുക്കം വൊക്കാബുലറീസ് ഉള്ള ഒരു ലാംഗ്വേജാണ് ഹെബ്രായ ഭാഷ. ചെറിയ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ അർത്ഥങ്ങളുണ്ട്. ആകാശവും ഭൂമി എന്ന് വെച്ചാൽ എനിക്ക് കാണാൻ പറ്റുന്നതെല്ലാം. ഇപ്പം നിങ്ങളിപ്പോൾ ഈ 2024 ഇതിൽ നിന്ന് കേൾക്കുമ്പോഴും നിങ്ങൾക്ക് തൽക്കാലം കാണാൻ പറ്റുന്ന ഈ രണ്ടെണ്ണേ ഉള്ളൂ, ആകാശം ഭൂമി. സത്യമാണോ? വേറെ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല. എല്ലാം അന്നത്തെ ഹെബ്രായ മനസ്സിന്, യഹൂദ മനസ്സിന് മനസ്സിലാവുന്ന രീതിയിൽ പരിശുദ്ധാത്മാവ് ഇത് പറഞ്ഞു കൊടുത്തു. അവരുടെ ലാംഗ്വേജിൻ്റെ ആ ബ്യൂട്ടിയിൽ അത് പറഞ്ഞു കൊടുത്തു. ആകാശവും ഭൂമിയും എല്ലാം. മലയാളത്തിൽ അങ്ങനെ ചില പ്രയോഗങ്ങളുണ്ട്. നിങ്ങൾ ചില സൂപ്പർ മാർക്കറ്റുകളെ കുറിച്ച് പറയും, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവിടെ കിട്ടും. അവിടെ ചിലപ്പോൾ ഉപ്പ് മാത്രമേ കാണത്തുള്ളൂ. കർപ്പൂരം ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ കണ്ടിട്ടുണ്ടോ? ചിലപ്പോൾ കാണുമായിരിക്കും, എനിക്ക് അറിഞ്ഞൂടെ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇവിടെ കിട്ടുമെന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഉദ്ദേശിക്കുന്നത് എന്താണ്? പറ. ഇവിടെ എല്ലാം കിട്ടുമെന്ന്, അങ്ങനെ ഒരു ഉദ്ദേശമാണല്ലോ. അപ്പം നമ്മളവിടെ ഉപ്പ്, കർപ്പൂരം, അപ്പം ബാക്കി ഒന്നും കിട്ടൂലേ, സാമ്പാർ പൊടി കിട്ടുകയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നടക്കരുത്. ഈ വാക്കിൻ്റെ ഉദ്ദേശം എന്താണ്? എല്ലാം കിട്ടും. നമ്മൾ പറയാം, എൻ്റെ ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ വേദനയാന്ന് പറയും. ശരിക്കും എല്ലായിടത്തും വേദന ആയിരിക്കുമോ? ഇല്ല. വല്ലാത്ത വേദനയെ നമ്മളൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നമ്മുടെ ഒരു വൊക്കാബുലറിയിലുള്ള ഒരു ലിമിറ്റഡ് വാക്കാണ് ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ. ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു എക്സാമ്പിൾ തരികയാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് വെച്ചാൽ എപ്പോൾ അതെല്ലാം തുടങ്ങിയോ? ആര് തുടങ്ങി? ദൈവം തുടങ്ങി. എന്തൊക്കെ സൃഷ്ടിച്ചു? എല്ലാം സൃഷ്ടിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ. ക്ലിയർ ആണോ? ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. വലതുവഴത്തി ശക്തിയോടെ പറ ഹല്ലേലൂയ. ആ സൃഷ്ടിച്ച ഭൂമിയെ കർത്താവ് ഇതേ ടപ്പേ എന്ന് പറഞ്ഞ് വെള്ളയപ്പം ചൂടുന്ന പോലെ അല്ല ഉണ്ടാക്കിയെടുത്ത്. നമ്മൾ എന്നിട്ട് തന്നെ ഈ ഭൂമി കാണാൻ ഒരു രസമില്ലാത്ത, എന്നിട്ട് തന്നെ ഉരുള് പൊട്ടുന്നത്, നമ്മളോരോ പരിപാടിയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് ഭൂമി എന്താ ഉരുള് പൊട്ടുന്നത് എന്നൊക്കെ ചോദിക്കും. ഈ ഭൂമി സൃഷ്ടിച്ച ആ ഭൂമിയെ ഒറ്റ ദിവസം കൊണ്ടാണോ ഇത് പൂർത്തിയാക്കിയത്? ഇല്ല. നിങ്ങളിത് മനസ്സിലാക്കുക. നമ്മൾ 6-7 ദിവസങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അന്നത്തെ യഹൂദ മനസ്സിന് മനസ്സിലാവുന്ന ഒരു കാര്യങ്ങളുണ്ട്. ഞങ്ങൾ ഒരു 6 ദിവസം ജോലി എടുക്കുന്നു, 7-ാം ദിവസം വിശ്രമിക്കുന്നു. അതേ കൺസെപ്റ്റിൽ പരിശുദ്ധാത്മാവ് ഇത് പറഞ്ഞു കൊടുക്കുകയാണ്. കർത്താവ് ഒരു ദിവസം ഇതുണ്ടാക്കി, 2-ാം ദിവസം ഇതുണ്ടാക്കി എന്നല്ല പറയുന്നത്, 1-ാം ദിവസം. അതായത് ഇത് പൂർത്തിയായ ഒരു ദിവസത്തെ 1 കംപ്ലീറ്റ് ഡേ, അടുത്തത് പൂർത്തിയായ ഒരു ദിവസത്തെ 2nd കംപ്ലീറ്റ് ഡേ. അല്ലാണ്ട് തിങ്കളാഴ്ച ഇതുണ്ടാക്കി, ചൊവ്വാഴ്ച ഇതുണ്ടാക്കി, ബുധനാഴ്ച ഇതുണ്ടാക്കി എന്നല്ല പറയുന്നത്. കിട്ടുന്നുണ്ടോ? നിങ്ങളതുകൊണ്ട് ചിലപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാം റീൽസ് വഴി വളർന്നു വന്ന നിരീശ്വരവാദികളുടെ ഊളത്തരം കേട്ടിട്ട് ഇങ്ങനെ അയ്യോ അങ്ങനെയാണോ എന്ന് ചിന്തിക്കരുത്. ബൈബിൾ നന്നായിട്ട് പഠിക്കുക. സമയമുണ്ടെങ്കിൽ ഹീബ്രു ലാംഗ്വേജ് കുത്തിയിരുന്ന് പഠിച്ചു. നിങ്ങളുടെ എല്ലാ പാപങ്ങൾക്കും പരിഹാരമാവും. നല്ല രസമാണ്. സമയം കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഹീബ്രു ബൈബിൾ കൊണ്ട് തരാം. തൊടാൻ ചുമ്മാ തൊടാൻ, കഥയൊന്നുമില്ല. ഒരു ഇടി കിട്ടുമ്പോൾ എന്തൊക്കെ ഈച്ച, കണ്ണീച്ച, പൊന്നീച്ചയൊക്കെ പറഞ്ഞത് പോലെ നിങ്ങൾക്ക് വായിക്കുമ്പോൾ തോന്നുള്ളൂ, ഒന്നും മനസ്സിലാവില്ല. എന്നാലും തൊടാൻ തരാം. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ആ ലാംഗ്വേജ് പഠിച്ചെടുക്കാൻ നല്ലതാണ് കേട്ടോ. പഴയ നിയമം ഏത് ഭാഷയിലാണ് എഴുതിയേക്കണേ? വേദപാഠത്തിൻ്റെ ഡാ ഏതാണെന്ന് പറഞ്ഞുതരാമോ? വട്ടത്തിലുള്ള ഡായാണോ, എസ് പോലത്തെ ഡായാണോ, ഡായാണോ? അത് ആപ്പിൾ കഴിച്ചു, അത് തൊണ്ടയിൽ കുടുങ്ങി. ഇതാണ് നമ്മുടെ വേദപാഠം. അല്ലേ? ആപ്പിളൊന്നും കഴിച്ചില്ലെന്നുള്ളത് ബൈബിൾ വായിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. എന്തായാലും ആട്ടെ. ആദിയിൽ ദൈവം ആകാശവും ഭൂമി സകലതും സൃഷ്ടിച്ചു. ആ സൃഷ്ടി ഇങ്ങനെ ടിം എന്ന് പറഞ്ഞു വരികയല്ല. ആ സൃഷ്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നല്ല ശ്രദ്ധയോടെ ഇരിക്കണം. 2-ാമത്തെ വാക്യം ഉറക്കെ വായിച്ചോ. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു, ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. എല്ലാം ദൈവം സൃഷ്ടിച്ചു. നമ്മളവിടെ ഒരു 3 നെഗറ്റീവ് സാധനങ്ങൾ കാണുന്നുണ്ട്. എന്തൊക്കെയാണ്? പെട്ടെന്ന് പറ. ഒന്ന്, ഭൂമി രൂപരഹിതമായിരുന്നു, ഒരു ഓർഡറിലല്ല, ഡിസോർഡറാണ്. 2, ശൂന്യമായിരുന്നു, എംപ്റ്റി ആയിരുന്നു. 3, അന്ധകാരം. ഒരു 3 നെഗറ്റീവ് കാര്യങ്ങളാണ് അല്ലേ? ഭൂമി രൂപരഹിതമായിരുന്നു, ശൂന്യമായിരുന്നു, അന്ധകാരം നിറഞ്ഞിട്ട്. ഒരു പോസിറ്റീവ് കാര്യം അവിടെ പറയുന്നുണ്ട് അടുത്ത വാക്യത്തിൽ. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ക്ലിയർ ആണേ? 3 നെഗറ്റീവ് കാര്യങ്ങൾ എന്തൊക്കെയാണ്? പെട്ടെന്ന് പറ. 3 പേരെ പറഞ്ഞുള്ളൂ, ബാക്കി രൂപരഹിതമായവരെല്ലാം പറ. 1 രൂപരഹിതമായിരുന്നു, 2 ശൂന്യമായിരുന്നു, 3 അന്ധകാരം. പോസിറ്റീവായിട്ട് അവിടെ നിൽക്കുന്നത് എന്താണ്? ചൈതന്യം, ദൈവത്തിൻ്റെ ചൈതന്യം. സോ നമ്മൾ മുമ്പേ പറഞ്ഞു 51-ാം സങ്കീർത്തനം 10-ാം വാക്യം. കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ അചഞ്ചലമായൊരു നവചൈതന്യം എന്നിൽ സൃഷ്ടിക്കണം. ഏത് ചൈതന്യമാണ്? നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്
ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ദൈവത്തിൻ്റെ ഈ സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭത്തിലുണ്ടായിരുന്ന ആ ചൈതന്യം വേണം നമ്മൾ ചോദിക്കാൻ. എന്തിന് ആ ചൈതന്യം ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ 3 നെഗറ്റീവ് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒന്ന്, രൂപരഹിതം, ഡിസോർഡർ. അതായത് ഒന്നും അത്ര ഡിസിപ്ലിൻഡ് ആയിട്ട് പോകുന്നില്ല. നമ്മൾ നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, തെറ്റ് ചെയ്തു പോകുന്നു. വിശുദ്ധരായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നു, നല്ല മിടുക്കിയായിട്ടൊക്കെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ ലൈഫ് മുഴുവൻ ഇങ്ങനെ ചിതറി ഒരു ലക്ഷ്യം കാണാതെ ഇങ്ങനെ ഡിസോർഡറിലാണ് ലൈഫ്. കൃത്യമായ പ്ലാനിങ്ങൾ അനുസരിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. നമ്മൾ തയ്യാറാക്കിയ പദ്ധതികളൊക്കെ നമ്മുടെ മുമ്പിൽ തകർന്നു വീഴുന്നു. ഓർഡർ നമ്മൾ ആഗ്രഹിക്കുന്നു, റിസൾട്ട് ഡിസോർഡറാണ് വരുന്നത്. ശരിയാണോ? നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇതുണ്ട്. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. രണ്ടാമത്തെ പ്രശ്നം ശൂന്യത, എംപ്റ്റിനെസ്. ഉണ്ടോ? നല്ല ജോലിയുണ്ട്, സാലറി അത്യാവശ്യമുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, പ്രിയപ്പെട്ടവർ ചുറ്റുമുണ്ട്. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഒരു ശൂന്യത. ഒന്നിനും ഒരു തൃപ്തി വരുന്നില്ല, ഒരു സന്തോഷം വരുന്നില്ല. എത്ര കയ്യിൽ പൈസ ഉണ്ടോ, 2-3 വണ്ടികളുണ്ടെങ്കിലും 2 വീടുകളുണ്ടെങ്കിലും ഒന്നും ആസ്വദിക്കാൻ പറ്റുന്നില്ല. സന്തോഷം തോന്നുന്ന പല കാര്യങ്ങൾ, പക്ഷേ ഉള്ളിൽ ആനന്ദം നിറയുന്നില്ല. ശൂന്യത, എംപ്റ്റിനെസ് അനുഭവിക്കുന്നതാണ് നമ്മളെല്ലാവരും. പറഞ്ഞേ ഹല്ലേലൂയ. മൂന്നാമത്താണ് അന്ധകാരം. ഉണ്ടോ? കണ്ണടയ്ക്കുമ്പോഴും രാത്രിയാകുമ്പോഴും മാത്രമല്ല. ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ അന്ധകാരം എന്ന് വെച്ചാൽ ചുമ്മാ പ്രകാശമില്ലാത്ത അവസ്ഥ എന്ന് മാത്രമല്ല. അന്ധകാരത്തിനൊരു ബ്യൂട്ടിഫുൾ മീനിങ് ബൈബിൾ പറയുന്നുണ്ട്. അശുദ്ധി, പാപം, പിശാചിൻ്റെ ആധിപത്യം. കിട്ടുന്നുണ്ടോ? സോ ഈ 3 പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. 1 ക്രമരാഹിത്യം, 2 ശൂന്യത, 3 പാപാവസ്ഥ, അശുദ്ധിയുടെ അവസ്ഥ. പറഞ്ഞേ ഹല്ലേലൂയ. ഇതുള്ള 3 പേര് ഉള്ളവരെല്ലാം കൈ ഉയർത്തിക്കേ. ഞാൻ 2 കൈയും പൊക്കാം, നിങ്ങൾക്കൊരു സന്തോഷമാവട്ടെ. ശക്തിയോടെ പറ ഹല്ലേലൂയ. ഇതുണ്ടല്ലോ, ഉണ്ട്. പക്ഷെ നമ്മുടെ മുമ്പിൽ ഒരു പോസിറ്റീവായിട്ട് നിൽക്കുന്ന കാര്യം എന്താണ്? ഈ പാപിയായ എൻ്റെ മുമ്പിലും ഈ ഡിസോർഡറിൽ ജീവിക്കുന്ന എൻ്റെ മുമ്പിലും ഒന്നിലും സന്തോഷം തോന്നാത്ത ഒരു ശൂന്യത നിറഞ്ഞ എൻ്റെ ജീവിതത്തിൻ്റെ മുകളിലും ഈ ആഴത്തിന് മുകളിൽ എന്തോ ഒന്ന് ഇപ്പോഴും നിപ്പുണ്ട്. എന്ത്? ദൈവത്തിൻ്റെ ചൈതന്യം. ആ ചൈതന്യത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുക. ആ ചൈതന്യം, ആ കൃപ നമ്മളിലേക്ക് നിറഞ്ഞാലേ ഈ ഡിസോർഡർ ഓർഡർ ആവുള്ളൂ, ഈ എംപ്റ്റിനെസ് ഫുള്ളാവുള്ളൂ, ഈ അന്ധകാരം മാറി ഹോളിനെസ്, വിശുദ്ധി നമ്മളിലേക്ക് നിറയുള്ളൂ. നമ്മൾ അതിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. കുമ്പസാരത്തിൽ പറയുന്നതെല്ലാം ഈ 3 കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും, അല്ലേ? ജീവിതത്തിൽ വന്നുപോയ ഡിസോർഡറുകൾ, ജീവിതത്തിൽ വന്നുപോയ ശൂന്യതകൾ, ഏറ്റവും പ്രധാനമായിട്ട് ജീവിതത്തിലെ മുഴുവൻ പാപത്തിൻ്റെ അന്ധകാരങ്ങൾ, ഇത് മാറ്റിയെടുക്കാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കുമ്പസാരത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് ആ ഒരു ചൈതന്യമാണ്. ഇപ്പം നമ്മൾ ഈ ഉൽപ്പത്തിയുടെ ഈ ഒരു സൃഷ്ടികർമ്മത്തിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് കർത്താവ് സൃഷ്ടി എങ്ങനെ നടത്തുന്നു എന്ന് പരിശുദ്ധാത്മാവ് ഇങ്ങനെ നമ്മുടെ മുമ്പിൽ പറഞ്ഞു തരുന്നുണ്ട്. എല്ലാം ഒരു കാര്യത്തിൽ ബേസ് ചെയ്തുകൊണ്ടാണ്. കർത്താവ് പറയുന്നു ഇങ്ങനെ ഉണ്ടാവട്ടെ, ഇങ്ങനെ ആവട്ടെ. വാക്ക് എല്ലാത്തിൻ്റെയും റിസൾട്ട് ഉണ്ടാക്കി. ശരിയല്ലേ? കർത്താവിൻ്റെ വാക്കാണ് എല്ലാം സൃഷ്ടിച്ചെടുത്തത്. നിങ്ങൾ ഇനി ഒന്ന് ശ്രദ്ധിക്കണം. 1-ാം ദിവസം എന്നാണ് സംഭവിച്ചത്? അച്ഛൻ വായിക്കാൻ നിങ്ങളത് ശ്രദ്ധിച്ച് ഫോളോ ചെയ്യുക. ബൈബിളിൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. അത് ക്ലാരിറ്റിയോട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ നമുക്ക് ഒഴിവാക്കാം. സൃഷ്ടിയിൽ എന്താണ് സംഭവിച്ചത്? 1 ദിവസം, 2 ദിവസം, 3 ദിവസം എന്നാണോ? എന്താണ് അതിൻ്റെ ക്ലാരിറ്റി പരിശുദ്ധാത്മാവ് ഉദ്ദേശിക്കുന്നത്? നന്നായിട്ട് മനസ്സിലാക്കണം. 1-ാമത്തെ അധ്യായം 3-ാം വാക്യം മുതൽ ശ്രദ്ധിച്ച് കേൾക്കുക. ദൈവം അരുളി ചെയ്തു, വെളിച്ചം ഉണ്ടാകട്ടെ. വെളിച്ചം ഉണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. അവിടുന്ന് വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ചു. വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രിയെന്നും പേരിട്ടു. സന്ധ്യയായി പ്രഭാതമായി. 1-ാം ദിവസം. 1 ദിവസം എന്നല്ല, ഒന്നാം ദിവസം എന്നാ സംഭവിച്ചേ? നിങ്ങൾ വായിച്ചിട്ട് എന്നാ തോന്നി? എന്നെ സംഭവിച്ചു 1-ാം ദിവസം? വെളിച്ചമുണ്ടായി എന്ന് മാത്രമല്ലോ, അതിൻ്റെ ഫോക്കസ് അവിടെ അല്ല. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. 4-ാമത്തെ വാക്യം ഇങ്ങനെ, വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. അവിടുന്ന് വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ചു. ഓക്കെ, ഇരുളിനെയും വെളിച്ചത്തെയും സെപ്പറേറ്റ് ആക്കി. ക്ലിയർ? 1-ാം ദിവസം ഇതാണ് സംഭവിച്ചത്. 2-ാം ദിവസം ശ്രദ്ധിക്കുക. 6-ാമത്തെ വാക്യം, ദൈവം വീണ്ടും അരുളി ചെയ്തു, ജലമധ്യത്തിൽ ഒരു വിധാനമുണ്ടാകട്ടെ. അത് ജലത്തെ 2ആയി തിരിക്കട്ടെ. ദൈവം വിധാനമുണ്ടാക്കുകയും അതിന് താഴെയുള്ള ജലത്തെ മുകളിലുള്ള ജലത്തിൽ നിന്ന് വേർതിരിക്കുകയും ചെയ്തു. അപ്രകാരം സംഭവിച്ചു. വിധാനത്തിന് അവിടുന്ന് ആകാശം എന്ന് പേരിട്ടു. സന്ധ്യയായി പ്രഭാതമായി. 2-ാം ദിവസം. 2-ാം ദിവസം എന്നാ സംഭവിച്ചേ? ആദ്യത്തെ ദിവസം ഇരുട്ടിനെയും വെളിച്ചത്തെയും വേർതിരിച്ചു. ഇപ്പം നമ്മുടെ മുമ്പിൽ ചോദ്യങ്ങൾ ആൾക്കാർ ചോദിക്കും. ആദ്യത്തെ ദിവസം വെളിച്ചം ഉണ്ടായി, 5-ാമത്തെ ദിവസമൊക്കെയാണ് സൂര്യൻ ഉണ്ടാകുന്നത്. ഹൗ കം എന്നൊക്കെ ചോദിക്കും. നിങ്ങൾക്കൊരു ക്ലാരിറ്റി, ഇത് ക്ലിയർ ആവണം എന്താണ് ഈ സൃഷ്ടിയിൽ സംഭവിച്ചതെന്ന്. അപ്പം ആദ്യത്തെ ദിവസം വെളിച്ചത്തെ ഇരുട്ടിനെയും കർത്താവ് വേർതിരിച്ചു. 2-ാം ദിവസം താഴെയുള്ള വെള്ളത്തെയും മുകളിലുള്ള വെള്ളത്തെയും വേർതിരിച്ചു. എന്താണത്? താഴെയുള്ള വെള്ളം, മുകളിലുള്ള വെള്ളം എന്താണ്? അതായത് ഒരു ഹെബ്രായ മനസ്സിന് അന്നത്തെ സയൻറ്റിഫിക് ടെമ്പർ അനുസരിച്ച് അവന് മനസ്സിലാവുന്ന ഇത്രയാണ്. താഴെയും വെള്ളം കാണുന്നുണ്ട്, മുകളിലും വെള്ളം കാണുന്നുണ്ട്. മുകളിൽ എവിടെ വെള്ളം കാണുന്നത്?
മഴ. നിങ്ങൾ ചെറുപ്പത്തിൽ, എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മച്ചി എന്നോട് എങ്ങനെയാണ് പറഞ്ഞത്? അമ്മയോട് ചോദിച്ചു, അമ്മ മഴ എങ്ങനെ ഉണ്ടാവണമെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞ എന്നാണ്? മാതാവ് ഈശോനെ കുളിപ്പിക്കുന്നതാണ്, അപ്പോഴാണ് മഴ വീണത്. അപ്പോൾ ഇടിയോ? അത് ഈശോ തണുത്ത വെള്ളം ദേഹത്ത് വീഴുന്ന സമയത്ത് ഈശോ ഓടും. അപ്പം മാതാവ് ഓടിപ്പോയി കുണ്ടിക്കിട്ട് ഒറ്റ അടി കൊടുക്കും. അതാണ് ഇടി. അമ്മയുടെ സയൻറ്റിഫിക് ടെമ്പർ അന്ന് അതായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇതാണോ ശാസ്ത്രീയ സത്യം? അല്ല, ഇതല്ല ശാസ്ത്രീയ സത്യം. നമ്മൾ സ്കൂളിൽ പോയിട്ട് പഠിച്ചു, വേപ്പറൈസേഷനെ കുറിച്ച്, ഇവാപ്പറേഷനെ കുറിച്ചെല്ലാം പഠിച്ചു. നമ്മൾ ഈ മേഘങ്ങളെക്കുറിച്ച് പഠിച്ചു, മഴ പെയ്യുന്നതിനെ കുറിച്ചൊക്കെ പഠിച്ചു. ഈ 2 വയസ്സുള്ള എന്നോട് 3 വയസ്സുള്ള എന്നോട് ഇവാപ്പറേഷനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? എൻ്റെ മനസ്സിൽ അപ്പം കയറേണ്ടത് ഈ പാലേ പറ്റുള്ളൂ, ബീഫ് തന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് അമ്മ പറഞ്ഞു തന്നു, മാതാവ് ഉണ്ണീശോനെ കുളിപ്പിക്കുന്നു, അങ്ങനെ മഴ പെയ്യുന്നു. കേട്ടുന്നുണ്ടോ? പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് ഞാനത് എവിടെയെങ്കിലും പറയോ? ഇല്ല, ഇതിപ്പോൾ നിങ്ങളോട് മാത്രമേ പറയുള്ളൂ. അന്ന് ഈ ഹെബ്രായ മനസ്സിന് അന്ന് അത്രയും മാത്രം ശാസ്ത്ര പുരോഗതി ഉള്ളൊരു കാലത്ത് ദൈവത്തോട് എല്ലാ ചോദ്യങ്ങളും ചോദിച്ച യഹൂദ മനസ്സിന് പരിശുദ്ധാത്മാവ് അന്ന് പറയുന്ന രീതിയിൽ, അന്ന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തു. ദൈവമാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ. കിട്ടുന്നുണ്ടോ? ഇവാപ്രൈസേഷൻ നടന്നാലും മേഘങ്ങൾ ഉണ്ടായാലും ആ മേഘങ്ങൾ മഴ രൂപത്തിൽ താഴേക്ക് വീണാലും അതിൻ്റെ പിന്നിൽ ആര്, എങ്ങനെയെന്നല്ല ആര് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരവാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. സോ സെക്കൻഡ് ഡേ മുകളിലുള്ള വെള്ളം ഈ മഴയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാണ്. മുകളിലുള്ള വെള്ളത്തെയും താഴെയുള്ള വെള്ളത്തെയും കർത്താവ് വേർതിരിച്ചു 2-ാം ദിവസം. പറഞ്ഞേ ഹല്ലേലൂയ. ക്ലിയർ ആണോ? ഇനി 3-ാം ദിവസം എന്നാ സംഭവിച്ചത്? 9-ാമത്തെ വാക്യം മുതൽ ശ്രദ്ധിക്കുക. ദൈവം വീണ്ടും അരുളി ചെയ്തു, ആകാശത്തിന് കീഴിലുള്ള വെള്ളമെല്ലാം ഒരുമിച്ച് ഒരിടത്ത് കൂടട്ടെ, കര പ്രത്യക്ഷപ്പെടട്ടെ. അങ്ങനെ സംഭവിച്ചു. കരയ്ക്ക് ഭൂമിയെന്നും ഒരുമിച്ച് കൂടിയ ജലത്തിന് കടലെന്നും ദൈവം പേരിട്ടു. അത് നല്ലതെന്ന് ദൈവം കണ്ടു. ശ്രദ്ധിക്കണം, ദൈവം അരുളി ചെയ്ത് ഭൂമി എല്ലാത്തരം ഹരിത സസ്യങ്ങളും ധാന്യച്ചെടികളും വിത്തുൾക്കൊള്ളുന്ന ബലങ്ങൾ കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളപ്പിക്കട്ടെ. അങ്ങനെ സംഭവിച്ചു. ഭൂമി എല്ലാത്തരം ഹരിത സസ്യങ്ങളും ധാന്യച്ചെടികളും വിത്തുള്ള ബലങ്ങളോടും കൂടിയ വൃക്ഷങ്ങളും മുളപ്പിച്ചു. അവ നല്ലതെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി, പ്രഭാതമായി 3-ാം ദിവസം. പറയൂ, 3-ാം ദിവസം എന്നാ സംഭവിച്ചു? 3-ാം ദിവസം എന്നാ സംഭവിച്ചു? 3-ാം ദിവസം ഒരു വേർതിരിക്കലുണ്ട്. എന്ത്? കരയും കടലും. ഓക്കെ, ഫസ്റ്റ് ഡേ വെളിച്ചം, ഇരുട്ട്. 2-ാം ദിവസം താഴെയുള്ള വെള്ളം, മുകളിലുള്ള വെള്ളം. 3-ാം ദിവസം വെള്ളമില്ലാത്ത സ്ഥലം, വെള്ളമുള്ള സ്ഥലം, കര കടൽ. ക്ലിയർ ആണോ? സൃഷ്ടിയിൽ ആദ്യത്തെ നെഗറ്റീവ് സാധനം നമ്മൾ കാണുന്നത് എന്താണ്? ഡിസ്ഓർഡർ, ക്രമരാഹിത്യം. സോ ആദ്യത്തെ 3 ദിവസം കർത്താവ് എന്ത് ചെയ്തു? ഡിസോർഡറിനുള്ള പരിഹാരം കാണിച്ചു. ഇങ്ങനെ സൃഷ്ടി പൂർത്തിയാക്കി. ക്രമരാഹിത്യം ഉണ്ടായിരുന്ന എല്ലാത്തിനെയും ക്രമത്തിലാക്കി. വെളിച്ചം ഇവിടെ, ഇരുട്ട് ഇവിടെ, താഴെയുള്ള വെള്ളം, മുകളിലുള്ള വെള്ളം. ക്ലിയർ? 3-ാം ദിവസം കര അങ്ങനെ, കടലിങ്ങനെ. ഡിസോർഡർ ആയതിനെല്ലാം കർത്താവ് ഓർഡറിലാക്കി സൃഷ്ടിച്ചു. കിട്ടുന്നുണ്ടോ? അപ്പം ടപ്പേ എന്ന് പറഞ്ഞല്ല, വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ദൈവം ചെയ്യുന്ന സൃഷ്ടി ഇങ്ങനെയാണ്. ഡിസോർഡർ ആയതിനെല്ലാം ഓർഡറിലാക്കുന്നു. ക്ലിയർ? ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം ഇങ്ങനെയും വായിക്കാം, ഇങ്ങനെ വായിച്ചാൽ മതി, ക്ലിയർ ആകും. ക്ലിയർ ആണ്? ആദ്യത്തെ 3 ദിവസം കൊണ്ട് എന്നാ സംഭവിച്ചത്? ഡിസോർഡർ എന്തായി മാറി? ഓർഡറായിട്ട് മാറി. 2-ാമത്തെ ആ ഒരു വലിയ കാര്യം 14 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ദൈവം വീണ്ടും അരുളി ചെയ്തു, രാവും പകലും വേർതിരിക്കാൻ ആകാശവിധാനത്തിൽ പ്രകാശങ്ങൾ ഉണ്ടാവട്ടെ. ലെറ്റ് ദെയർ ബി ലൈറ്റ് എന്നല്ല, ലെറ്റ് ദെയർ ബി ലൈറ്റ്സ്. കേട്ടുന്നുണ്ടോ? ഈ ദിവസമാണ് നമ്മൾ ഈ സൂര്യനെ ചന്ദ്രനെയൊക്കെ കാണുന്നതെന്നൊക്കെ പറയും. പക്ഷെ അവിടെ സൂര്യനെയും ചന്ദ്രനെയും ഒന്നും കാണുന്നില്ല. നിങ്ങളോട് ആ ചോദ്യം ചോദിച്ചുകൊണ്ട് വരുന്നവരോട് അതേ ചോദ്യം കൊണ്ട് ലോക്ക് ചെയ്യണം. നമ്മളോട് നിങ്ങളിതൊക്കെ കേട്ടിട്ടുണ്ടോ ഈ ചോദ്യങ്ങൾ? ആദ്യത്തെ ദിവസം വെളിച്ചം, 4-ാം ദിവസം സൂര്യൻ, ഹൗ കം? അവർ പറയും, ഡേ നീ അതെവിടെയാണ് വായിച്ചത്? സൂര്യനെ ഉണ്ടാക്കിയെന്ന്. സൂര്യനെ ഉണ്ടാക്കിയെന്ന് അവിടെ ഇല്ലല്ലോ. ഉണ്ടോ? നല്ല പുഴുങ്ങിയ ക്രിസ്ത്യാനികളാണ്, അറിഞ്ഞൂടാ അല്ലേ? വായിച്ചു നോക്ക്. 14-ാം വാക്യം, ആകാശവിധാനത്തിൽ പ്രകാശങ്ങൾ ഉണ്ടാവട്ടെ. അവർ ഋതുക്കളും ദിനങ്ങളും വർഷങ്ങളും കുറിക്കുന്ന അടയാളങ്ങളായിരിക്കട്ടെ. ഭൂമിയിൽ പ്രകാശം ചൊരിയാൻ വേണ്ടി അവ ആകാശവിധാനത്തിൽ ദീപങ്ങളായി നിൽക്കട്ടെ. അങ്ങനെ സംഭവിച്ചു. ദൈവം 2 മഹാദീപങ്ങൾ സൃഷ്ടിച്ചു. പകലിനെ നയിക്കാൻ വലുത്, രാത്രിയെ നയിക്കാൻ ചെറുത്. നക്ഷത്രങ്ങളെയും അവിടുന്ന് സൃഷ്ടിച്ചു. സൂര്യനെ സൃഷ്ടിച്ചെന്നോ ചന്ദ്രനെ സൃഷ്ടിച്ചെന്നോ പേരെടുത്ത് അവിടെ പറയുന്നില്ല. ഓക്കെ, വലിയ 2 പ്രകാശങ്ങളെ സൃഷ്ടിച്ചു എന്നേ ഉള്ളൂ. നമുക്കിന്ന് നമ്മളെ സയൻസിലൂടെ കണ്ടുപിടിച്ച ആ വലിയ പ്രകാശം, ഇപ്പോൾ ഭൂമിയെ പ്രകാശിപ്പിക്കുന്ന ആ 2 വലിയ പ്രകാശങ്ങൾ, ഒന്ന് സൂര്യനും 2 ചന്ദ്രനുമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്താ ബൈബിൾ പറയാത്തേ എന്ന് ചോദിക്കരുത്. ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളെക്കുറിച്ചും ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. പ്രകാശങ്ങളെ സൃഷ്ടിച്ചു. ഇന്ന് സയൻസ് കണ്ടുപിടിച്ച സകല മിൽക്കി വേ, സകല സിസ്റ്റത്തെയും കർത്താവ് ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നുണ്ട്. ആകാശത്തിൽ പ്രകാശങ്ങളെ സൃഷ്ടിച്ചു. പ്രകാശ ഗോളങ്ങൾ 2 എണ്ണത്തിനെ നല്ല. ആദ്യത്തെ വാക്യം 14-ാമത്തെ വാക്യം ശ്രദ്ധിക്കണം. ആകാശവിധാനത്തിൽ പ്രകാശങ്ങൾ ഉണ്ടാവട്ടെ. ക്ലിയർ ആണോ മക്കളെ? ഇത് ക്ലിയർ ആണോ? ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ.
സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയ. 17-ാമത്തെ വാക്യം, നക്ഷത്രങ്ങളെ അവിടുന്ന് സൃഷ്ടിച്ചു, ഭൂമിയിൽ പ്രകാശം ചൊരിയാനും രാവിലെയും പകലിനെയും നിയന്ത്രിക്കാനും വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിക്കാനും ദൈവം അവയെ ആകാശവിധാനത്തിൽ സ്ഥാപിച്ചു. ആ വാക്ക് അച്ഛനിപ്പോൾ വായിച്ച ആ വാക്കൊന്നുകൂടെ ഉറക്കെ വായിച്ചേ. ദൈവം അവയെ ആകാശവിധാനത്തിൽ സ്ഥാപിച്ചു, സ്പേസിൽ അതിനെ സ്ഥാപിച്ചു. അത് നല്ലതെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി പ്രഭാതമായി 4-ാം ദിവസം. പറയൂ, 4-ാം ദിവസം കർത്താവ് എന്നാ ചെയ്തത്? ഈ പ്രകാശങ്ങളൊക്കെ ഉണ്ട്, ഈ പ്രകാശങ്ങളെ എന്തോ ചെയ്തു. അതാ നിങ്ങളോടൊന്ന് വായിക്കാൻ പറഞ്ഞു. ഈ പ്രകാശങ്ങളെയൊക്കെ എന്നാ ചെയ്തു? ഈ നക്ഷത്രങ്ങളെ, ഈ സിസ്റ്റത്തെ എല്ലാം കൂടെ എന്നാ ചെയ്തു? എവിടെയോ സ്ഥാപിച്ചു. എവിടെ? ആകാശവിധാനത്തിൽ, സ്പേസ്, അവിടെ വെച്ചു. ഓക്കെ, 4-ാം ദിവസം അതാണ് സംഭവിച്ചത്. ഈ ആകാശം ഓൾറെഡി ഉണ്ടല്ലോ, മുകളിലുള്ള വിധാനം ഒക്കെ ഓൾറെഡി ഓർഡറിലാക്കിയിട്ടുണ്ട്. ആ മുകളിലുള്ള സ്പേസിൽ കർത്താവ് പ്രകാശങ്ങളെ സ്ഥാപിച്ചു. 20-ാം വാക്യം, 5-ാം ദിവസം സംഭവിക്കാൻ പോകുന്ന കാര്യം, ദൈവം വീണ്ടും അരുളി ചെയ്തു, വെള്ളം ജീവജാലങ്ങളെ പുറപ്പെടുവിക്കട്ടെ. ഓൾറെഡി വെള്ളം ഉണ്ടോ? ഉണ്ട്. പക്ഷികൾ ഭൂമിക്ക് മീതെ ആകാശവിധാനത്തിൽ പറക്കട്ടെ. ഭൂമിയുണ്ട്, ആകാശവിധാനമുണ്ട്. ശരിയാണോ? ഉണ്ട്. 21-ാം വാക്യം, അങ്ങനെ ദൈവം ഭീമാകാരങ്ങളായ ജലജന്തുക്കളെയും, 1-2 പറ. മത്തി, അയല ആണോ? തിമിംഗലം, സ്രാവ്, കൊമ്പൻ സ്രാവ്, പിന്നെ എന്തെങ്കിലും ആട്ടെ, ഭീമാകാരങ്ങളായ ജലജന്തുക്കളെയും കടലിൽ പറ്റം ചേർന്ന് ചരിക്കുന്ന സകലവിധ ജീവികളെയും എല്ലാത്തരം പക്ഷികളെയും സൃഷ്ടിച്ചു. അവ നല്ലതെന്ന് ദൈവം കണ്ടു. അപ്പോൾ ഈ 5-ാമത്തെ ദിവസം കടലിൽ ഉള്ള ജീവികളെ സൃഷ്ടിച്ചു, ആകാശത്ത് പറന്നു നടക്കുന്ന പക്ഷികളെയും സൃഷ്ടിച്ചു. 22, ദൈവം അവയെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സമൃദ്ധമായി പെരുകി കടലിൽ നിറയുവിൻ, പക്ഷികൾ ഭൂമിയിൽ പെരുകട്ടെ. സന്ധ്യയായി പ്രഭാതമായി 5-ാം ദിവസം. 5-ാം ദിവസം എന്നാ സംഭവിച്ചേ? ഓൾറെഡി ഉള്ള കടൽ, ഓൾറെഡി ഉള്ള ഭൂമി, ആകാശം, ഇവിടെയൊക്കെ എന്തിനെയോ കൊണ്ടേ വെച്ചു. എന്തിന്? മീന്, ജലജന്തുക്കളെല്ലാം വെച്ചു. ഭൂമിയെ, ആകാശത്തെയും പക്ഷികളെ കൊണ്ട് നിറച്ചു. ഓക്കെ, ക്ലിയർ? 6-ാം ദിവസം എന്നാ സംഭവിച്ചു? എൻ്റെ കൂടെ ചിന്തിക്കണേ. നിങ്ങൾ ഐ റിയലി അപ്രീഷിയേറ്റ് യു. കണ്ണൊന്നും അടഞ്ഞു പോകാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ. പറഞ്ഞേ ഹല്ലേലൂയാ. 2 കരങ്ങൾ ഉയർത്തി ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് നമ്മുടെ കർത്താവിൻ്റെ ആ സൃഷ്ടികർമ്മത്തെക്കുറിച്ചുള്ള കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നല്ല ശ്രദ്ധയോടിരിക്കണം, ശക്തിയോടെ. ഹല്ലേലൂയാ. 6-ാം ദിവസം എന്നാ സംഭവിക്കുന്നത് നോക്കൂ. 24-ാമത്തെ വാക്യം, ദൈവം വീണ്ടും അരുളി ചെയ്തു, ഭൂമി എല്ലാ തരം ജീവജാലങ്ങളെയും, എന്തൊക്കെയാണ് വായിച്ചു? കന്നുകാലികൾ, ഇഴജന്തുക്കൾ, കാട്ടുമൃഗങ്ങൾ എന്നിവയെ പുറപ്പെടുവിക്കട്ടെ. അങ്ങനെ സംഭവിച്ചു. അങ്ങനെ ദൈവം എല്ലാ ഇനം കാട്ടുമൃഗങ്ങളെയും കന്നുകാലികളെയും ഇഴജന്തുക്കളെയും സൃഷ്ടിച്ചു. അവ നല്ലതെന്ന് അവിടുന്ന് കണ്ടു. 6-ാം ദിവസം അല്ല. 6-ാം ദിവസം പൂർത്തിയായോ? ഇല്ല. 6-ാം ദിവസം ഒരു ടീമിനെയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ആരെയാണ്? മനുഷ്യനെ. അത് നമ്മൾ അടുത്ത പാരഗ്രാഫിൽ വായിക്കും. അതിനകത്ത് ഒരു വചനം പ്രത്യേകമായിട്ട് വായിക്കണം. 27 മുതലുള്ള വായിച്ചു. അങ്ങനെ ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി അവനെ സൃഷ്ടിച്ചു. 28 ഉറക്കെ വായിച്ചേ. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സന്താനപുഷ്ടിയുള്ളവരായി, അടയാളപ്പെടുത്തണം, പെരുകുവിൻ, ഭൂമിയിൽ അടയാളപ്പെടുത്തുക, നിറഞ്ഞ് അതിനെ കീഴടക്കുക, കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. 31-ാം വാക്യം വായിച്ചോ. താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്ന ദൈവം കണ്ടു. സന്ധ്യയായി പ്രഭാതമായി 6-ാം ദിവസം. പറഞ്ഞേ ഹല്ലേലൂയാ. 6-ാം ദിവസം എന്നാ സംഭവിച്ചേ? സകലവിധ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചു. ജന്തുക്കളെ എന്നൊക്കെ പറയാം, ആട്ട, പഴുതാര, എല്ലാം, സകല ജന്തുക്കളെയും കർത്താവ് സൃഷ്ടിച്ചു. 6-ാം ദിവസം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ ക്രിയേഷൻ, കർത്താവിൻ്റെ ഏറ്റവും മഹത്വം നിറഞ്ഞ ക്രിയേഷൻ, മനുഷ്യൻ, നമ്മളെയും ദൈവം സൃഷ്ടിച്ചു. ഈ സൃഷ്ടിച്ചവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. കന്നുകാലികളോട് പറഞ്ഞു, ഭൂമിയിൽ പെറ്റു പെരുകുക. മനുഷ്യനെ ഇങ്ങനെ അനുഗ്രഹിച്ചു, ഭൂമിയിൽ പെറ്റു പെരുകുക, കടലിലെ ജീവജാലങ്ങളുടെ മേൽ, പക്ഷികളുടെ മേൽ, കന്നുകാലികളുടെ മേൽ, സകലത്തിൻ്റെ മേലും നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കുക. പറഞ്ഞേ ഹല്ലേലൂയാ. എത്ര ദിവസം കംപ്ലീറ്റ് ആയി? 6 ദിവസം. ആദ്യത്തെ 3 ദിവസം കൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം. ആദ്യത്തെ 3 ദിവസം ഭൂമിയിലെ ഡിസോർഡറുകളെല്ലാം കർത്താവ് ഓർഡറാക്കി മാറ്റി. 4, 5, 6 ദിവസങ്ങളിൽ സംഭവിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം. ആകാശത്തിൽ പ്രകാശങ്ങളെ കൊണ്ട് ഫില്ല് ചെയ്തു. 5-ാം ദിവസം കടലിനെയും ആകാശത്തെയും ഭൂമിയെയും പക്ഷികളെ കൊണ്ട്, കടൽ മത്സ്യങ്ങളെ കൊണ്ട് ഫില്ല് ചെയ്തു. 6-ാം ദിവസം ഭൂമിയെ സകലവിധ ജന്തുക്കളെയും കൊണ്ടും മനുഷ്യനെയും കൊണ്ടും ഫില്ല് ചെയ്തു. മനുഷ്യനോട് പറഞ്ഞു, ഞാൻ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന ആ ശുശ്രൂഷ ഇനി നീ കണ്ടിന്യൂ ചെയ്യുക, നിറയ്ക്കുക, ആധിപത്യം ഏറ്റെടുക്കുക, ശുശ്രൂഷ ചെയ്യുക. പറഞ്ഞേ ഹല്ലേലൂയാ. 2-ാമത്തെ പ്രശ്നമായിരുന്നു ശൂന്യത. ഓക്കെ,
ഡിസോർഡർ ഓർഡറാക്കി, എംപ്റ്റിനെസ് ഫില്ല് ചെയ്തു. കിട്ടുന്നുണ്ടോ? 6-ാം ദിവസം ഫില്ല് ചെയ്തു. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ഇത് മനസ്സിലായവർ മാത്രം ഒന്ന് കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ക്ലിയർ ആണോ മക്കളെ? ഇത് ക്ലിയർ ആണ്. ഒരു ദിവസം കൂടെ ബാക്കിയുണ്ട്, ഒരു പ്രശ്നവും കൂടെ ബാക്കിയുണ്ട്. 7-ാം ദിവസം ബാക്കി നിൽക്കുകയാണ്. ഒരു പ്രശ്നം പുറകെ കിടപ്പുണ്ട്. എന്താണത്? അന്ധകാരം. എന്താണ് അന്ധകാരത്തിനുള്ള സൊല്യൂഷൻ? ലിറ്ററലി അന്ധകാരത്തിലുള്ള സൊല്യൂഷൻ പ്രകാശമാണ്. ബട്ട് പ്രകാശം ഓൾറെഡി ഉണ്ട്. ബൈബിളിൽ ഒരു തിയോളജി പുസ്തകമായതുകൊണ്ട്, ഒരു വിശ്വാസത്തിൻ്റെ പുസ്തകമായതുകൊണ്ട് അന്ധകാരം എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്ത്? പാപാവസ്ഥ, അശുദ്ധി. അങ്ങനെയെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ എന്താണ്? ഡിസോർഡറിൻ്റെത് ഓർഡറാണ്, എംപ്റ്റിനെസ്സിൻ്റെത് ഫില്ലിംഗ് ആണ്. ഈ പാപത്തിൻ്റെ, ഈ സിൻഫുൾനെസ്സിൻ്റെ, ഈ ഇരുട്ടിൻ്റെ സൊല്യൂഷൻ എന്താണ്? വിശുദ്ധി, പരിശുദ്ധി, ഹോളിനെസ്. അങ്ങനെയെങ്കിൽ ഒറ്റ ദിവസമേ ബാക്കിയുള്ളൂ, 7-ാം ദിവസം. 7-ാം ദിവസം കർത്താവ് വിശ്രമിച്ചു എന്നാണ് പറയുന്നത്. ഒന്നും ചെയ്തില്ല. ആണോ? 7-ാം ദിവസമാണ് ദ ബ്യൂട്ടിഫുൾ ഡേ, ദ ഹോളി ഡേ, ദ ഹോളി ഡേ. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. ബിക്കോസ് ദ ഡേ ഈസ് ഹോളി. ആ ദിവസം പരിശുദ്ധമാണ്. കാരണം കർത്താവ് പരിശുദ്ധമാക്കിയ ദിവസമാണത്. ഈ അന്ധകാരത്തിന് സൊല്യൂഷൻ കർത്താവ് കണ്ട ദിവസമാണ് 7-ാം ദിവസം. 2-ാമത്തെ അധ്യായത്തിലേക്ക് വരിക. 1 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും എന്തായി മാറി? കംപ്ലീറ്റ്. കർത്താവ് ചെയ്തത് എന്തിനേലും കുറവുണ്ടോ? അപ്പോൾ 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ വായിച്ച് കർത്താവ് സൃഷ്ടിച്ചതിനൊക്കെ ക്രമരാഹിത്യമായിരുന്നു, ശൂന്യതയായിരുന്നു, കർത്താവിന് നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയത്തില്ല, അതിലും നന്നായിട്ട് ഞങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെ പറയരുത്. അപ്പോൾ ഈ 7-ാം ദിവസം എന്നാ സംഭവിച്ചെന്ന് നോക്കുക. 2-ാമത്തെ വാക്യം, ദൈവം തൻ്റെ ജോലി 7-ാം ദിവസം പൂർത്തിയാക്കി. 2 വാക്കുകൾ ശ്രദ്ധിക്കണം. 1 പൂർണ്ണമായി, 2 പൂർത്തിയാക്കി. ദൈവം സൃഷ്ടിച്ചതിന് എന്തെങ്കിലും കുറവുണ്ടോ? ഇല്ല, പൂർണ്ണമായി പൂർത്തിയാക്കി. താൻ തുടങ്ങിയ പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ച്, ഇനി ഒരുമിച്ച് വായിച്ചു, താൻ തുടങ്ങിയ പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ച് 7-ാം ദിവസം അവിടുന്ന് വിശ്രമിച്ചു. തീർന്നില്ല, വിശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ അവസാനിക്കല്ല്. 3-ാം വാക്യം വായിക്കണം. ആ വാക്യങ്ങൾ ഒന്നുകൂടെ ആവർത്തിച്ച് പറയാണ്. സൃഷ്ടികർമ്മം പൂർത്തിയാക്കി തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് വിരമിച്ച് വിശ്രമിച്ച 7-ാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി. അവിടെയാണ് സൃഷ്ടികർമ്മം പൂർത്തിയാവുന്നത്. എവിടെ? ഹോളിനെസ്, വിശുദ്ധി. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തനം 51:10 അഭിഷേകം മുഴുവൻ ഇപ്പോൾ ഈ ഒരു അധ്യായത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കേണ്ടത് ഇതാണ്, ഈ ചൈതന്യത്തിന് വേണ്ടി. കാരണം ഈ അന്ധകാരമുണ്ട്, ഈ ശൂന്യതയുണ്ട്, ഈ ഡിസോർഡറുകൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഇതിനെ പൂർണ്ണമാക്കാൻ, ഇതിൻ്റെ ഈ കുറവുകളെല്ലാം മാറ്റി എന്നെ പൂർത്തിയാക്കാൻ, എന്നെ ഒരു പൂർണ്ണ മനുഷ്യനാക്കാൻ ആരെ കൊണ്ടേ പറ്റുള്ളൂ? ഈശോയെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അതിന് ഞാൻ ചെയ്യേണ്ടത് 7-ാം ദിവസം അവനോടൊപ്പം ആ വിശുദ്ധിയിലേക്ക്, വിശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ഒരുങ്ങുക. അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളിത് മനസ്സിലാക്കുന്നു. നമ്മൾ എന്തിനു വേണ്ടിയാണ് ചോദിക്കുക? ചൈതന്യത്തിന് വേണ്ടി. നമ്മുടെ ജീവിതത്തിലെ ഈ ശൂന്യതയും രോഗരാഹിത്യത്തെയും അന്ധകാരത്തെയും എല്ലാം എടുത്തു മാറ്റാൻ വേണ്ടി എന്തിനേ പറ്റുള്ളൂ? ദൈവത്തിൻ്റെ ചൈതന്യം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ചൈതന്യം എങ്ങനെ നിറഞ്ഞു? നല്ല ശ്രദ്ധയോടെ ഇരിക്കണം. ഈ സൃഷ്ടി എങ്ങനെ സംഭവിച്ചു? ഈ ചൈതന്യം എങ്ങനെ നിറഞ്ഞു? ഈ രൂപരാഹിത്യം, ശൂന്യത, അന്ധകാരമൊക്കെ എങ്ങനെ മാറി? ഒറ്റ കാര്യം, കർത്താവിൻ്റെ വാക്ക്. ശരിയാണോ? കർത്താവ് സംസാരിച്ചു, ഇതിങ്ങനെ ഉണ്ടാവട്ടെ, ഇതിങ്ങനെ ആവട്ടെ, ഇതിങ്ങനെ സംഭവിക്കട്ടെ. എല്ലാം കർത്താവിൻ്റെ വാക്ക്, ദ വേർഡ് ഓഫ് ഗോഡ്. ആ വാക്ക് സജീവമാണ്, ഊർജ്ജസ്വലമാണ്, മൂർച്ചയേറിയതാണ്. അതൊരു വ്യക്തിയാണ്, അത് ദൈവമാണ്, അത് ഈശോയാണ്. ആ വാക്ക്, ദൈവത്തിൻ്റെ വാക്ക്, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അതായത് ഈ സൃഷ്ടിയിൽ ആരാണ് ശരിക്കും അവിടെ നിൽക്കുന്നത്? ഈശോ. ആ ദൈവം ഈശോ നമുക്ക് മുമ്പിൽ വെളിപ്പെട്ട് വചനത്തിലൂടെ. അപ്പം ആ കർത്താവിൻ്റെ വാക്കാണ് എല്ലാത്തിൻ്റെയും പിന്നിലുള്ള ഒരു സൊല്യൂഷൻ. അപ്പം അതിൻ്റെ വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കിക്കൊള്ളുക. നമ്മുടെ ജീവിതത്തിലും ഈ ക്രമരാഹിത്യം മാറ്റാൻ ആരുടെ വാക്കിനെ പറ്റുള്ളൂ? ഈശോയുടെ വാക്കിന്, വചനത്തിന് മാത്രമേ പറ്റുള്ളൂ. ആ വാക്ക് നമ്മൾ വിശ്വസിക്കുക. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ വചനം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതാ പറയണത്, നമ്മളതിനെ പൂർണ്ണമായിട്ടും വിശ്വാസത്തോടെ ഏറ്റെടുക്കുക. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾ 2-ാമത്തെ അധ്യായത്തിലേക്ക് വരണം. 2-ാമത്തെ അധ്യായം 5 മുതലുള്ള വാക്യങ്ങളിൽ മുഴുവൻ വായിക്കുന്നില്ല. അവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്രയും നേരം നമ്മൾ ബൈബിളിൽ കണ്ടത്, 1-ാം അധ്യായം മുഴുവൻ നമ്മൾ കണ്ടത് ദൈവം 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 എന്നാണ്. ഇനി അങ്ങോട്ട് നമ്മൾ കാണാൻ പോകുന്നത് ദൈവമായ കർത്താവ് എന്നാണ്. കുറച്ചുകൂടി ഒരു പേഴ്സണൽ ഗോഡ്, ദ ലോർഡ് ഗോഡ്. കർത്താവ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അറിയോ? കർത്താവ് എന്ന് വെച്ചാൽ എന്താ? ദൈവം. ഇംഗ്ലീഷിൽ പറഞ്ഞേ ദൈവം. ഇംഗ്ലീഷിൽ പറ ഗോഡ്. കർത്താവ്. തോമസ് ലേനെ ഓർത്താൽ മതി, പെട്ടെന്ന് കിട്ടും. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഇംഗ്ലീഷിൽ മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്.
ഇംഗ്ലീഷിൽ ലോഡ് എന്ന് പറയുമ്പോഴത്തേനും തീർന്നു, ഒരു അധികാരി. ഗ്രീക്ക് ഭാഷയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, മലങ്കര കുർബാനയൊക്കെ കൂടുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം, കുറിയലൈസോൻ, കീറിയോസ്, ലോഡ്, അധികാരി. ഹിബ്രായ ഭാഷയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അദോണായി, അധികാരമുള്ളവൻ, എൻ്റെ കർത്താവ്. അവർ യഹോവ എന്നുള്ള വാക്കുകളിടത്തെല്ലാം അദോണായി എന്ന് മാറ്റി ഉപയോഗിക്കും. കാരണം കർത്താവിൻ്റെ ആ പേര് പോലും, ആ വെളിപ്പെട്ട പേര് പോലും അവർ ഉപയോഗിക്കില്ല, അദോണായി എന്ന് ഉപയോഗിക്കുള്ളൂ. അപ്പോൾ തോമാസ് ശരിക്കും ഈശോയെ നോക്കി വിളിച്ചെന്നാണ്. ഇത്രയും കാലം പഴയ നിയമത്തിൽ യഹൂദന്മാർ മുഴുവൻ ആരെ വിളിച്ചോ ആ അഭിസംബോധന ഈശോയെ നോക്കി വിളിക്കുകയാണ്. ഈശോയെ, ഇത്രയും കാലം എൻ്റെ കൂടെ നടന്ന ആശാരിക്കാരനല്ല, മീൻപിടുത്തക്കാരനല്ല, ടീച്ചറല്ല, അത്ഭുത പ്രവർത്തനല്ല, യു ആർ മൈ യാവേ. എൻ്റെ മതം എന്നെ പഠിപ്പിച്ചു തന്ന, എൻ്റെ യഹൂദ പശ്ചാത്തലം എനിക്ക് പഠിപ്പിച്ചു തന്ന എൻ്റെ ഏകസത്യതയുമായ യഹോവ നീ തന്നെ. പറഞ്ഞേ ഹല്ലേലൂയാ, മൈ ലോഡ് ആൻഡ് മൈ ഗോഡ്. സോ ഈ രണ്ടാമത്തെ അധ്യായം മുതൽ അവിടെ ഒരു പേഴ്സണൽ ഗോഡിനെ കുറിച്ച് പറയാണ്. ദ ലോഡ് ഗോഡ്, നിൻ്റെ മേൽ അധികാരമുള്ള, നിന്നെ സ്നേഹത്തോടെ മുന്നോട്ട് നയിക്കുന്ന ഒരു ദൈവം. അവിടെ കർത്താവ് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഈ മനുഷ്യനോട് സംസാരിക്കുന്നു. അതിനകത്ത് ഒരു കാര്യം ഇതാണ്, 16-ാമത്തെ വാക്യം. അവിടുന്ന് അവനോട് കൽപ്പിച്ചു. എനിക്കൊന്ന് അവിടെ വെച്ചാണ് ദൈവം മനുഷ്യനോട് ആദ്യമായിട്ട് സംസാരിക്കുന്നതെന്ന് തോന്നുന്നല്ലേ? ആണോ? ദൈവം മനുഷ്യനോട് ആദ്യമായിട്ട് സംസാരിക്കുന്നത് അവിടെ വെച്ചാന്ന് തോന്നുന്നു ബൈബിളിൽ നമ്മൾ കാണുന്നത്. 16-ാമത്തെ വാക്യം ഉറക്കെ വായിച്ചേ. അവിടുന്ന് അവനോട് കൽപ്പിച്ചു, വായിക്കുക, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചു കൊള്ളുക, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും. നിങ്ങളൊന്ന് അടയാളപ്പെടുത്തിയിടാമോ? തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും. അത് ഓർത്തിരുന്നേക്കണം. കർത്താവ് പറഞ്ഞത് എന്താണ്? കഴിക്കരുതെന്നാണോ കഴിച്ചോളാനാണോ പറഞ്ഞേക്കുന്നത്? ആദ്യം എല്ലാ ആ വാക്കുകളൊക്കെ ഉപയോഗിക്കണം. എവ്രി ട്രീ ദാറ്റ് ബെയർസ് ഫ്രൂട്ട്, എല്ലാ വൃക്ഷങ്ങളുടെയും പഴം നിങ്ങൾ കഴിക്കാം. ബട്ട് ഒരു കണ്ടീഷൻ, ഒരു കുഞ്ഞു കണ്ടീഷൻ മാത്രമുണ്ട്. എന്താണത്? നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും. എന്താണ് നന്മ തിന്മകളെക്കുറിച്ചുള്ള ഫലം? ഏതാണ്? അതേത് പഴമാണത്? ഡ്രാഗൺ ഫ്രൂട്ട് അല്ലേ? അത് കഴിച്ചാൽ നന്മയാണോ തിന്മയാണോ എന്നൊന്നും അറിയത്തില്ല. ഒരു വികാരമില്ലാത്തൊരു ഫ്രൂട്ടാണ്. നമ്മൾ വലിയ പൈസ കൊടുത്ത് മേടിക്കുന്ന ഫ്രൂട്ടാണ്. അതാണ്. എന്താണ് നന്മതിന്മകളെക്കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലം? നിങ്ങൾ ശ്രദ്ധിച്ചു. ഒരു സ്പിരിച്വൽ കൺസെപ്റ്റിൽ ഇത് മനസ്സിലാക്കുന്ന നല്ലതാണ്. കർത്താവ് നമ്മളോട് എന്തിനേലും നോ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എല്ലാം ചെയ്തോളുക. ഒറ്റ കാര്യം മാത്രം നമ്മളല്ല തീരുമാനിക്കുന്നത്, കർത്താവ് തീരുമാനിക്കും. നന്മ തിന്മ. ഓക്കെ? നീ ഈ ഭൂമിയിൽ ആധിപത്യം പുലർത്തിക്കൊള്ളാനാണ് കർത്താവ് 1-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞേക്കുന്നത്. സകലത്തിൻ്റെ മേലും നിനക്ക് ആധിപത്യമുണ്ട്. ആ ആധിപത്യം ഉള്ളപ്പോൾ നല്ലതേത് ചീത്തയേത് എന്ന്, തെറ്റേത് ശരിയേതെന്ന് തീരുമാനിക്കുന്നത് നീയല്ല. ദാറ്റ് ഈസ് മൈ അതോറിറ്റി. ഈ ഒരൊറ്റ കാര്യം കർത്താവ് പറഞ്ഞിട്ടുള്ളൂ. കിട്ടുന്നുണ്ടോ? പഴം തിന്നലെന്നൊന്നും പറഞ്ഞുകൊണ്ട് അവിടെ കുടുങ്ങി കിടക്കരുത്. ഇതിൻ്റെ ഒരു സ്പിരിച്വൽ കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഈ ഭൂമിയിൽ സകലത്തിൻ്റെ മേൽ ആധിപത്യം നിനക്ക് തന്നിരിക്കുകയാണ്. എന്നാൽ ആ ആധിപത്യം ഉള്ളപ്പോൾ തന്നെ തെറ്റേത് ശരിയേത് എന്ന് നീയല്ല തീരുമാനിക്കേണ്ടത്. ആര് തീരുമാനിക്കും? കർത്താവ് തീരുമാനിക്കും. കർത്താവിൻ്റെ വാക്ക് തീരുമാനിക്കും. ഇനി വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ അതാണ് പറഞ്ഞു തരുന്നത്. അത് ചെയ്യരുത്, ഇത് ചെയ്യാം. ഇത് ചെയ്താൽ ശിക്ഷ ലഭിക്കും, ഇത് ചെയ്താൽ അനുഗ്രഹം ലഭിക്കും. അരുത് ആഗണങ്ങൾ ഈശോ ഇങ്ങനെ, വചനം ഇങ്ങനെ നമുക്ക് പറഞ്ഞു തരികയാണ്. കിട്ടുന്നുണ്ടോ? നന്മയും തിന്മയും ആര് തീരുമാനിക്കണം? കർത്താവ് തീരുമാനിക്കണം. ഞാൻ പറയാണ്, എൻ്റെ ശരീരം, എൻ്റെ സ്വാതന്ത്ര്യം, ഈ ശരീരത്തിൻ്റെ മേൽ ആധിപത്യം എനിക്ക് കർത്താവ് തന്നിട്ടുണ്ട്. ശരിയാണോ? ഈ ശരീരത്തെ എങ്ങനെ നോക്കണം, പാപം ചെയ്യണോ, വിശുദ്ധിയിൽ ജീവിക്കണോ, ആധിപത്യം ആർക്കാണ്? എനിക്കാണ്. എനിക്ക് തന്നിരിക്കുകയാണ്. പക്ഷെ ഈ ശരീരം കൊണ്ട് ചെയ്യുന്നത് നല്ലതാണോ ചീത്തയാണോ തീരുമാനിക്കുന്ന ആരാണ്? കർത്താവിൻ്റെ വാക്ക്. വിശുദ്ധ ഗ്രന്ഥത്തിലെ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ വായിക്കുന്ന മത്തായി 5, 6, 7 അധ്യായങ്ങളിൽ എല്ലാം മിക്കതും ശരീരത്തെക്കുറിച്ചാണ്. നല്ലതേത് ചീത്തയേതെന്ന് തീരുമാനിക്കുന്നത് ഞാനല്ല. ആര്? ദൈവത്തിൻ്റെ വാക്ക്, സകലത്തെ സൃഷ്ടിച്ച കർത്താവിൻ്റെ വാക്ക്. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരൊറ്റ വാക്ക് പോലും അണുവിട തെറ്റാതെ, ഒരു പുള്ളി പോലും മാറ്റാതെ അനുസരിക്കാൻ വിശുദ്ധ ഗ്രന്ഥം കൈപ്പിടിച്ചിരിക്കുന്ന സകലരും കടപ്പെട്ടിരിക്കുന്നു. ഒരു കോംപ്രമൈസും ഇല്ല അതിൻ്റെ മുമ്പിൽ. അത്രയും വചനം അനുസരിച്ചു, ഇത്രയും വചനം അനുസരിച്ചു. നോ. നന്മയേത് തിന്മയെന്ന് തീരുമാനിക്കുന്നത് നീയല്ല, ലോകമല്ല, കർത്താവ് ഈശോയാണ്. അവിടുത്തെ വാക്കാണ്. ലോകം മുഴുവൻ നല്ലതെന്ന് പറയുന്നതിനെയും ചിലപ്പോൾ വിശുദ്ധ ഗ്രന്ഥം തെറ്റ് എന്ന് പറയും. നിങ്ങൾക്ക് 6-ാം മാസത്തിൽ അബോർഷൻ നടത്താമെന്ന് ലോകം പറയും, കൊലപാതകമെന്ന് വിശുദ്ധ ഗ്രന്ഥം പറയും. കിട്ടുന്നുണ്ടോ? ലോകം നന്മയെന്ന് പറഞ്ഞ എല്ലാത്തിനെയും സഭയും വിശുദ്ധ ഗ്രന്ഥവും തിന്മയെന്ന് പറഞ്ഞുകൊണ്ട്, അതുകൊണ്ട് ലോകം മുഴുവൻ സഭയ്ക്കെതിരെ തിരിഞ്ഞിട്ടുമുണ്ട്. തിന്മയെന്ന് പഠിപ്പിക്കുന്നവരുടെ നേരെയും ലോകം തിരിഞ്ഞിട്ടുണ്ട്. ശരിയാണോ? അത് കേൾക്കാൻ ആളില്ല. തിന്മയെന്ന് പറയുന്നത് കേൾക്കാൻ ആളില്ല. ആ സദസ്സുകളിൽ, ആ പന്തലുകളിൽ വചനം കേൾക്കാൻ പോലും ആളുകളില്ല. പാപത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നിടത്ത്, കൽപ്പനകൾ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നിടത്ത് ആളുകളില്ല.
ബാക്കിയെല്ലാം കടം മാറാൻ വേണ്ടി പറയുമ്പോഴും സൗഖ്യം കിട്ടാൻ വേണ്ടി പറയുമ്പോഴും അവിടെ അത്ഭുതങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോഴും ഓടിക്കൂടാൻ ജനലക്ഷങ്ങളാണ്. പക്ഷെ മാനസാന്തരപ്പെടാൻ, അനുതാപത്തിൻ്റെ സുവിശേഷം കേൾക്കാൻ ജനങ്ങളില്ലാത്ത ഒരു കഷ്ടകാലത്തിൽ നമ്മൾ ചെന്ന് നിൽക്കുകയാണ്. കാലത്തിൻ്റെ അടയാളങ്ങളൊന്നും വ്യാഖ്യാനിച്ച് നമ്മൾ ഒത്തിരി സമയം എടുക്കുന്നില്ല. പക്ഷേ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. കർത്താവ് പറഞ്ഞ ഒരു കാര്യത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ബെനഡിക്റ്റ് പാപ്പ പറയുന്നൊരു കാര്യമുണ്ട്. ദ ഫൈനൽ ചർച്ച് വിൽ ബി പുവർ ആൻഡ് ലിറ്റിൽ. ദ ഫൈനൽ ചർച്ച് വിൽ ബി പുവർ ആൻഡ് ലിറ്റിൽ. അവസാനത്തെ സഭ ദരിദ്രമായിരിക്കും, ചെറുതായിരിക്കും. അവസാനത്തെ സഭ ദരിദ്രമായിരിക്കും, ചെറുതായിരിക്കും. കുറച്ച് പേരെ കാണത്തുള്ളൂ, ഒത്തിരി പേരൊന്നും കാണത്തില്ല. നിങ്ങൾ കാണുമോ? ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ അവിടെയാണ് സുവിശേഷം ജീവിക്കേണ്ടത്. വലതുവരോർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. കർത്താവിൻ്റെ വാക്ക് ഇതാണ്, എല്ലാം കഴിച്ചോണം, എല്ലാം കഴിച്ചോ, എല്ലാത്തിൻ്റെ മേൽ ആധിപത്യമുണ്ട്. എന്നാൽ തെറ്റേത് ശരിയതെന്ന് നീ തീരുമാനിക്കേണ്ട, ഞാൻ പറയുന്ന വാക്ക് നീ അനുസരിക്കുക. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. അടുത്തൊരു അധ്യായത്തിൽ മനുഷ്യൻ്റെ പതനം അല്ലെങ്കിൽ പാപമാണ്. പാപം എങ്ങനെ ഭൂമിയിലേക്ക് വന്നു, എന്താണ് പാപം എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് കുമ്പസാരത്തിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമുക്ക് പറയാൻ ശരിക്കും പറഞ്ഞാൽ ഒരു പാപമേ ഉള്ളൂ, ഒത്തിരി പാപങ്ങളൊന്നുമില്ല, ഒരു പാപമേ ഉള്ളൂ. ഉൽപ്പത്തി 3 പറയുന്നത് മനുഷ്യൻ്റെ പതനത്തെക്കുറിച്ചും മനുഷ്യൻ്റെ പാപത്തെക്കുറിച്ചാണ്. ശരിയാണോ? എന്ത് പാപമാണ് ഈ ആദ്യ മാതാപിതാക്കൾ ചെയ്തത്? എന്ത് പാപം ഇവർ ചെയ്തത്? പഴം തിന്നു, അതൊരു പാപമാണോ? പിശാചിനെ കേട്ടു, അതാണോ? അനുസരണക്കേട് കാണിച്ചു, ആണോ? ദൈവത്തെ പോലെ ആകാൻ ശ്രമിച്ചു, ആണോ? ഒത്തിരി ഒത്തിരി ഉത്തങ്ങൾ. ഇപ്പോൾ ഒരു 4 പാപമായല്ലോ, 4 തെറ്റുകളായിപ്പോയി. ഒരു പാപമുള്ളൂ. ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനാണ്? ജനിച്ചപ്പോൾ തന്നെ മാലാഖ കൊടുത്ത സന്ദേശം ഇതാണ്, ഈ പേരിടണം, ഈശോ എന്ന് പേരിടണം. അവൻ തൻ്റെ ജനത്തെ അവരുടെ സകല പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും, രക്ഷിക്കും. രക്ഷകൻ, സേവിയർ, ജീസസ്, യേശുവ. ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് ഈ ഒരു ലക്ഷ്യം കൊണ്ടാണ്. എന്ത്? പാപം പരിഹാരം, പാപം മാറ്റാൻ. 2 വാക്കുകൾ ശ്രദ്ധിക്കണം. ലോകത്തിൻ്റെ പാപങ്ങൾ എടുത്തു മാറ്റാനല്ല ഈശോ വന്നത്, ലോകത്തിൻ്റെ പാപം എടുത്തു മാറ്റാണ്. സിംഗിൾ. പാപങ്ങൾ മായ്ക്കാനല്ല, പാപം മായ്ക്കാനാണ്. ദ സിൻ. നമ്മൾ കുമ്പസാരത്തിലും പോയി പറയേണ്ടത് ദ സിൻസ് അല്ല, ദ സിൻ, ഒരു പാപം. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് ഒന്ന് വരാമോ? 1-ാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. സ്നാപക യോഹന്നാൻ ഈശോയെ പരിചയപ്പെടുത്തുന്നതും നിങ്ങൾ ശ്രദ്ധിക്കണം. ലത്തീൻ കുർബാനയുടെ അവസാനം ഈശോയെ സ്വീകരിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ആ വാക്ക് ലോകത്തിൻ്റെ പാപങ്ങൾ എന്ന് തന്നെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ ശ്രദ്ധിക്കണം, വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോയെ പരിചയപ്പെടുത്തുന്ന സമയത്ത് സ്നാപക യോഹന്നാൻ ഈശോയെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 29-ാമത്തെ വാക്യം, ജോൺ 1:29. അവർക്ക് വായിച്ചോ. അടുത്ത ദിവസം യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, അവർക്ക് വായിച്ചേ, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. പാപങ്ങളാണോ? അല്ല. സോ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. എന്താണ് ആ പാപം? ദ സിൻ, സിംഗിൾ സിൻ. അത് മനസ്സിലാക്കണമെങ്കിൽ ഈ ആദത്തിൻ്റെ ഹവ്വയുടെ ഈ ഒരു കാര്യത്തിലേക്ക് കടക്കണം. എന്താണ് അവർ ചെയ്ത പാപം? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഓഫ് കോഴ്സ് അവർ അനുസരണക്കേട് കാണിച്ചു കാണും, അവർ ദൈവത്തെ പോലെ ആവാൻ പരിശ്രമിച്ചു കാണും. ഒരു പാപം ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക്. നമുക്കിതൊരു ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാക്കണം. നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കർത്താവിൻ്റെ വാക്കിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് അല്ലേ? സൃഷ്ടിച്ചത് കർത്താവിൻ്റെ വാക്ക്, കൽപ്പന കൊടുത്തത് കർത്താവിൻ്റെ വാക്ക്, ഇത് ചെയ്യാമെന്ന് പറഞ്ഞത് കർത്താവിൻ്റെ വാക്ക്, ഇത് ചെയ്യരുതെന്ന് പറഞ്ഞതും കർത്താവിൻ്റെ വാക്ക്. 3-ാമത്തെ അധ്യായത്തിലേക്ക് വന്നേ. ഒരു ക്ലാരിറ്റി ഇവിടെ നമുക്ക് കിട്ടും. എന്താണ് പിശാച് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ഏറ്റവും വലിയ പ്രലോഭനം? നമ്മൾ ചെയ്യാൻ പോകുന്ന ദ സിൻ, ആ പാപം എന്താണ്? നമ്മുടെ ഈ അനുദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പാപങ്ങളുടെയും ബേസായിട്ട് കിടക്കുന്ന ആ പാപം, ആ വലിയ പ്രലോഭനം എന്താണ്? 3-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. അപ്പോൾ നമ്മൾ ഈ പാമ്പിനെ കുറിച്ച് വായിക്കുമ്പോൾ പിന്നീട് വെളിപാട് പുസ്തകമൊക്കെ വായിച്ചേക്കണം. വെളിപാട് പുസ്തകത്തിൽ ആ പുരാതന സർപ്പത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഈ പിശാചിൻ്റെ ഒരു രൂപമായിട്ട് പാമ്പിനെ ഇവിടെ കാണുന്നുണ്ട്. കൺഫ്യൂഷൻ ഒന്നും അടിച്ചേക്കല്ല്, ദൈവം സൃഷ്ടിച്ചതല്ലേ പാമ്പ്, എന്നിട്ട് എന്തിനാ പാമ്പ് വന്നേ? പാമ്പിനെ അല്ല അവിടെ പ്രാധാന്യം. ആർക്കാണ്? പിശാച്, പ്രലോഭകൻ. എന്തിൻ്റെ രൂപത്തിലാണ് വന്നേക്കുന്നേ? അപ്പോൾ അവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ഒറ്റ വാക്ക് ഉപയോഗിക്കുന്നത്, സർപ്പത്തെ ഫോക്കസ് ചെയ്യരുത്, അതിൻ്റെ സ്വഭാവത്തെ ഫോക്കസ് ചെയ്യണം. കൗശലക്കാരൻ, പറ്റിക്കുന്നവൻ, ഡയബോളോസ്, ഡിവിഷൻ ഉണ്ടാക്കുന്നവൻ, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നവൻ, ഡെവിൾ, സൈറ്റൻ, ഹീബ്രു ഭാഷയിൽ സാത്താന. കിട്ടുന്നുണ്ടോ? അപ്പം സർപ്പത്തെ ഫോക്കസ് ചെയ്യരുത്. പാമ്പിനെ കണ്ടിട്ട് അയ്യോ പിശാചേ എന്ന് പറയരുത്. കാരണം
മരുഭൂമി കൂടെ നടക്കുന്ന സമയത്ത് കുറേ പേര് പാമ്പ് കടിയേറ്റ് മടിക്കുമ്പോൾ മോശ വടിയേൽ ഉയർത്തുന്നത് നെഹുഷ്താൻ എന്നു പേരുള്ള പാമ്പിൻ്റെ രൂപത്തെയാണ്. ആ പാമ്പിനെ നോക്കിയവർ സൗഖ്യപ്പെട്ടു എന്നാണ് പറയുക. പിന്നീട് സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്, അന്ന് മോശ മരുഭൂമിയിൽ ഉയർത്തിയ സർപ്പത്തെ പോലെ ഇന്ന് മനുഷ്യപുത്രനെ നോക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ഈശോയും പാമ്പിനെയും കൂടെ കമ്പയർ ചെയ്യാണ്. കിട്ടുന്നുണ്ടോ? സോ കൺഫ്യൂഷൻ ആവരുത്. ഫോക്കസ് കൗശലക്കാരനായ സാത്താനെയാണ്. അവൻ സർപ്പത്തിൻ്റെ രൂപത്തിൽ വരുന്നു. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. പാമ്പിനെയാണോ അവിടെ ഉദ്ദേശിച്ചത്? കാരണം ഈ ആദത്തിനും ഹവ്വയ്ക്കും പാമ്പിനും പണിഷ്മെൻറ്റ് കിട്ടുന്നുണ്ടോ? ഉണ്ടോ? ആദത്തിന് എന്നാ പണിഷ്മെൻറ്റ് കിട്ടിയേ? അയ്യോ കഷ്ടം, എന്താണ്? പണിയെടുത്ത് ജീവിക്കണം എന്ന് പറഞ്ഞു. അതിലും വലിയ പണിഷ്മെൻ്റ് ഉണ്ടോ അല്ലേ? പണിയെടുത്ത് ജീവിക്കണം, നിൻ്റെ വേർപ്പ് കൊണ്ട് നീ ഭക്ഷിക്കണം. സ്ത്രീക്ക് കൊടുത്ത പണിഷ്മെൻ്റ് എന്താണ്? നമ്മൾ അതിൻ്റെ ആ ഒരു സ്പിരിച്വൽ സെൻസ് മനസ്സിലാക്കണേ. നീ വേദനയോടുകൂടി പ്രസവിക്കും. അങ്ങനെയല്ലേ? അത് ശിക്ഷയാണോ? ആർക്കറിയാം? പാമ്പിന് കിട്ടിയതാണ് നോക്കണ്ടേ. പാമ്പിന് എന്നാ ശിക്ഷ കിട്ടിയത്? നീ മണ്ണിലൂടെ ഇഴഞ്ഞു നടക്കും, അതാണ് ശിക്ഷ. വായിച്ചായിരുന്നോ? പിന്നീട് വായിക്കണം. പാമ്പിന് കിട്ടിയ ശിക്ഷ മണ്ണിലൂടെ നീ ഇഴഞ്ഞു നടക്കും. അപ്പം ഇവൻ തോട്ടത്തിലോട്ട് കയറി വന്ന എങ്ങനെയാണ്? നടന്നു വന്ന്. അതെന്നെ നിങ്ങൾ ചിന്തിക്കാതെ. ശിക്ഷയാണ് കൊടുത്തത്, നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കുമെന്ന്. അപ്പം അവൻ ഏതൻ തോട്ടത്തിലോട്ട് എങ്ങനെയാണ് വന്നേ? നടന്നു വന്നു, പറന്നു വന്നു. പറക്കും പാമ്പ് പണ്ട് ബാലമംഗലത്തിലൊക്കെ ഉണ്ടാകും. സോ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ വരയം പാമ്പിനെ, നീർക്കോലിനെ ഉദ്ദേശിക്കരുത്. ഇറ്റ് ഈസ് അബൌട്ട് ഈവിൾ. കിട്ടുന്നുണ്ടോ? തിന്മ അതിൻ്റെ രൂപമായിട്ട് കാണിച്ചു തന്നിരിക്കുകയാണ്. ആരെ? സർപ്പത്തെ. പറഞ്ഞേ ഹല്ലേലൂയ. ഏറ്റവും കൗശലമേറിയ സർപ്പം. അത് സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? ആ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചേ. സാത്താൻ ചോദിച്ച ആ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചേ. തോട്ടത്തിലെ, അയ്യോ കുട്ടികൾ വായിക്കുന്നില്ലല്ലോ, വായിച്ചേ. തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? ഇത് നിങ്ങളോട് ചോദിക്കാൻ വിചാരിച്ചു. നിങ്ങളാണ് ഏദൻ തോട്ടത്തിൽ നിൽക്കുന്ന ആദോ അവയും. അവിടെ പേരൊന്നും പറയുന്നില്ല. ഉണ്ടോ? ഇല്ല, മനുഷ്യനെ പറയുന്നത്. നിങ്ങളാണെന്ന് വിചാരിക്കുക, ആദ്യ മാതാപിതാക്കൾ. നിങ്ങളോട് വന്നിട്ട് സാത്താൻ ചോദിക്കുകയാണ് ഈ ചോദ്യം, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്നെ ഉത്തരം പറയും. ഉണ്ടെന്ന് പറയൂ, ഇല്ലയെന്ന് പറയൂ? പെട്ടെന്ന് പറ. ഇല്ല, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും ഫലം കഴിക്കരുതെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. ഇല്ല. ശരിക്കും പറയല്ലേ? 2-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യത്തിൽ എന്നാ പറഞ്ഞു? എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്. ഇല്ലെന്ന് പറഞ്ഞു. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിശാചിൻ്റെ സ്വഭാവം എന്നാന്ന് പറഞ്ഞേ? അവൻ കടിക്കും, മാന്തും, കൊമ്പുണ്ട്, വാലുണ്ട്, കിറക്കിറന്ന് നടക്കും. ഇതൊക്കെയാണ് നമ്മൾ ലുട്ടാപ്പി കഥകളിൽ പഠിച്ചു വെച്ചേക്കുന്നത്. ബൈബിൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പിശാചിനെ കുറിച്ചുള്ള വലിയൊരു പ്രത്യേകത. അവൻ്റെ ഏറ്റവും വലിയ ടെക്നിക്ക്, അവൻ കൗശലക്കാരനാണ്. പറ്റിക്കും, വാക്കുകളെ വളച്ചൊടിക്കും. സാത്താൻ ഇങ്ങനെയാണ് ചോദിക്കുക, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമുണ്ട്. കാരണം കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്. അങ്ങനെയാണെങ്കിൽ കഴിച്ചോളാം, പെട്ടെന്ന് അവന് പറയാം. കിട്ടുന്നുണ്ടോ? ഒരനുസരണക്കേടിനെ കുറിച്ചാണിത്, പഴം തിന്നുന്നതിനെ കുറിച്ചല്ല. കർത്താവിൻ്റെ വാക്കിനെ പിശാച് വളച്ചൊടിക്കുന്നു. നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം ഇതാണ്. കർത്താവിൻ്റെ വാക്ക് കേൾക്കുക, അത് വിശ്വസിക്കുക, അതിനെ സംശയിക്കാതിരിക്കുക, ഒരു ഡൗട്ടും ഇല്ലാതെ അത് വിശ്വസിക്കുക, അനുസരിക്കുകയും ചെയ്യുക. എന്നാൽ കർത്താവ് പറഞ്ഞ വാക്കിനെ, ആ വചനത്തെ അതത്ര സീരിയസ് ആയിട്ട് എടുക്കണ്ട. അതങ്ങനെ ബൈബിളിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു, അത് അന്ന് എഴുതിയിരിക്കുന്നു, അതൊന്നും ഫോളോ ചെയ്യേണ്ട കാര്യമില്ല, ഇതിങ്ങനെയും കോംപ്രമൈസ് ചെയ്ത് ജീവിക്കാം എന്ന് പറഞ്ഞ് സാത്താൻ പല രൂപത്തിൽ നമ്മുടെ മുമ്പിലേക്ക് കർത്താവിൻ്റെ വാക്കിനെ വളച്ചൊടിച്ചു കൊണ്ടുതരും. കൗശലക്കാരനാണ്. നന്മയുടെ രൂപമെടുത്തും തിന്മയ്ക്ക് വരാം. കിട്ടുന്നുണ്ടോ? നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ നമ്മളെ നല്ല ലൈം ലൈറ്റിൽ, നല്ല വെളുത്ത്, നല്ല ശുദ്ധിയുടെ രൂപത്തിൽ ഒക്കെ ഇരിക്കുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലും വചനങ്ങളിൽ ആവർത്തിച്ച് പറയുന്നുണ്ട് തിന്മയുടെ അടയാളം, നന്മയുടെ ഇടങ്ങളിൽ ചെന്നിരിക്കുന്ന അശുദ്ധ കാലങ്ങളെക്കുറിച്ച്. ജനത്തിന് തിരിച്ചറിയാൻ പറ്റുന്നില്ല നന്മയേത് തിന്മയേത്. തിരിച്ചറിയാൻ പറ്റുമായിരുന്നു ആരുടെ വാക്ക് കേട്ടാൽ? നന്മ തിന്മകളുടെ വൃക്ഷത്തിൽ നിന്ന് കഴിക്കരുതെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വാക്ക് കേട്ടാൽ, ആ വാക്ക് കേൾക്കാതെ ഇതിനെ വളച്ചൊടിച്ച, ഇതിനെക്കുറിച്ചുകൂടി ഈസിയാക്കിയ, ഇത് ഇത്രയൊക്കെ മതി, ഇത്രയും വിശുദ്ധി, ഇത്രയും നന്മയൊക്കെ മതി എന്ന് പറഞ്ഞ് നമ്മുടെ മുൻപിലേക്ക് ഭക്തിയുടെ രൂപത്തിൽ വിശ്വാസം വിഷം തോണ്ടി നിങ്ങളുടെ കയ്യിലേക്ക്, നാവിലേക്ക് വെച്ച് തന്നു. പിശാച് കൗശലക്കാരനാണ്. എവിടെയെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം, വചനങ്ങൾ വളച്ചൊടിച്ചാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ, അതിനെ കോംപ്രമൈസ് ചെയ്താണ് കേൾക്കുന്നതെങ്കിൽ, കർത്താവിൻ്റെ വാക്കിനെ കോംപ്രമൈസ് ചെയ്ത് പ്രസംഗിക്കുന്ന ഇടങ്ങളിലേക്കോ, വ്യക്തികളിലേക്കോ, എഴുത്തുകളിലേക്കോ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, സഭയുടെ മക്കൾ പോയേക്കരുത്. അത് അത്രമാത്രം അബദ്ധ ജടിലമായ ചിന്താഗതികൾ, പ്രസ്ഥാനങ്ങൾ, കൾട്ട് ഗ്രൂപ്പുകൾ വളർന്നു വരുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്.
വളച്ചൊടിച്ച് കോളമാക്കി തരുന്നത്. എല്ലാ ധ്യാനത്തിനും ഞാനത് പറയാറുണ്ട്. 145 ധ്യാന കേന്ദ്രങ്ങളുണ്ട് കേരളത്തിൽ. 145 ആയിരക്കണക്കിന് പ്രീച്ചേഴ്സ്, ആയിരക്കണക്കിന് കൗൺസിലേഴ്സ്. നിങ്ങൾക്ക് എല്ലായിടത്തും പോകാൻ സമയമില്ല. നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഈ അച്ഛനെ കുറിച്ച് കേൾക്കും, അവിടെ നിൽക്കുമ്പോൾ ആ സിസ്റ്ററിനെ കുറിച്ച്, ഈ ബ്രദറിനെ കുറിച്ച് കേൾക്കും. നിങ്ങൾക്ക് എല്ലായിടത്തും പോകാൻ സമയമില്ല. ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഈ കുഞ്ഞ ആയുസിൽ പാലിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു തരികയാണ്. കർത്താവിൻ്റെ വചനം വളച്ചൊടിക്കാതെ പഠിപ്പിക്കുന്ന ഇടങ്ങളിലേക്ക്, കർത്താവിൻ്റെ സ്ഥിരസഭയുടെ പ്രബോധനങ്ങൾ കലർപ്പില്ലാതെ പഠിപ്പിക്കുന്ന ഇടങ്ങളിലേക്ക് മാത്രം പോവുക. അപ്പുറത്ത് അത്ഭുതങ്ങൾ നടക്കുന്നു, ഇവിടെ ഇങ്ങനെ കാണുന്നു, അങ്ങനെ കാണുന്നു, എല്ലായിടത്തും ഇത് കാണും. നിങ്ങൾക്ക് വേണ്ടത് അത്ഭുതങ്ങളാണോ, അത്ഭുതങ്ങൾ ചെയ്യുന്ന ഈശോയാണോ, അത് തീരുമാനിച്ചോളുക. നമ്മൾ കൺഫ്യൂസ് ആയിട്ട് നിൽക്കുന്ന മേഖല അതാണ്. അത്ഭുതങ്ങൾ വേണോ, അത്ഭുതങ്ങൾ ചെയ്യുന്ന ഈശോയെ വേണോ? നിങ്ങൾ ആരുടെ കൂടെ നിൽക്കുന്നു? നമുക്ക് പറ്റിപ്പോയ വലിയ അബദ്ധമാണ്. വചനം പഠിക്കാനോ വചനം കേൾക്കാനോ ആളുകളില്ല. അവിടെ ആപ്പിൾ വീണു, അവിടെ സ്വർണത്തിൽ നിന്ന് പൊടി വന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഓടാൻ വലിയ പാരമ്പര്യ ക്രിസ്ത്യാനികൾ വരെ മുണ്ടും മടക്കി ഓടുകയാണ്. പള്ളി കയറുകാലത്ത് വരെ അത്ഭുതങ്ങളുടെ പിന്നാലെയുള്ള യാത്ര. അത്ഭുതങ്ങൾ നടക്കുമല്ലോ, ഈശോ ചെയ്തില്ലേ? വചനം പറയുന്നുണ്ടെങ്കിൽ അത്ഭുതം നടക്കുന്നില്ലേ? പക്ഷേ ഈശോയെ വേണ്ട, അത്ഭുതം മതി എന്നുള്ള രീതിയിൽ ഓട്ടം തുടങ്ങി. പിശാച് കൗശലക്കാരനാണ്. നമുക്കറിയില്ല ഏതാണ് നന്മ, ഏതാണ് തിന്മ. ഒറ്റ കാര്യം നമുക്ക് ഉറപ്പുണ്ട്, കർത്താവിൻ്റെ വാക്കിനൊരു മാറ്റമില്ല. അത് പറ്റിക്കില്ല. പിശാച് എപ്പോഴും പറ്റിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? സ്ത്രീ കുടുങ്ങി. ഈ ആദ്യത്തെ മനുഷ്യൻ അവിടെ കുടുങ്ങി. സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു, 2-ാം വാക്യം വായിച്ചേ, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ തോട്ടത്തിൻ്റെ നടുവിലുള്ള മരത്തിൻ്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലുമോ അരുത്, ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. ആഡിങ് നേരത്തെ കേട്ടിട്ടുള്ളതാണ് ഇതൊക്കെ അല്ലേ? അതായത് കർത്താവ് ഇത്രേ പറഞ്ഞുള്ളൂ, ഡോണ്ട് ടച്ച്. എക്സ്പ്ലനേഷൻ ഇല്ല, വ്യാഖ്യാനങ്ങളില്ല. പക്ഷേ ഇവിടെ ഈ സ്ത്രീ കുറച്ച് വ്യാഖ്യാനങ്ങളൊക്കെ കൊടുക്കുകയാണ്. തൊടരുത്, മണക്കരുത്, അടുത്ത് പോരുത്, അങ്ങനെ ചെയ്താൽ മരിക്കും. കർത്താവ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. വാക്ക് വളച്ചൊടിക്കുന്നു. കിട്ടുന്നുണ്ടോ? പിശാച് ആദ്യത്തെ പ്രലോഭനം കൊടുക്കുന്നത് കർത്താവിൻ്റെ വാക്കിനെ അവിശ്വസിക്കുക എന്നുള്ളതാണ്, ആ വാക്കിനെ തെറ്റിദ്ധരിക്കുക എന്നുള്ളതാണ്. തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വചനം പുറത്തോട്ട് വരിക എന്നുള്ളതാണ്. പിശാചിൻ്റെ ആ പ്രലോഭനത്തിൽ മനുഷ്യൻ വീണു പോകുന്നു. 4-ാമത്തെ വാക്യം വായിച്ചേ. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല. ഫൈൻ. ഈ പിശാചിൻ്റെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ വല്ലാത്ത കോൺഫിഡൻസാണ്. അത് നമ്മൾ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ്. ആരെ പറഞ്ഞ നിങ്ങൾ മരിക്കുന്നു? കർത്താവിൻ്റെ വാക്ക് പറഞ്ഞു, നീ അത് ചെയ്യരുത്, ചെയ്താൽ നീ മരിക്കും. പിശാച് വന്ന് പറഞ്ഞു, നീ മരിക്കില്ല. 2 വാക്കുകളാണ്. കിട്ടുന്നുണ്ടോ? ഒന്ന് ദൈവത്തിൻ്റെ വാക്ക്, 2 പിശാചിൻ്റെ വാക്ക്. ഒന്ന് നന്മയുടെ വാക്ക്, 2 പ്രലോഭനത്തിൻ്റെ വാക്ക്. ഈ സംഭവിച്ചതിന് ശേഷം 5-ാമത്തെ വാക്യം, അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിന് അറിയാം. ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകരവും അറിവേകാൻ കഴിയുമെന്നതിന് അഭികാമ്യമാണെന്ന് കണ്ട് അവളത് പറിച്ചു തിന്നു. ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. വാക്ക്. ലോകത്തിൻ്റെ പാപം ഇതാണ്. കർത്താവിൻ്റെ വാക്ക് അനുസരിച്ചില്ല, വിശ്വസിച്ചില്ല. പിശാചിൻ്റെ വാക്ക് വിശ്വസിച്ചു, അനുസരിച്ചു. നമ്മൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളുടെയും പിന്നിൽ ഈ പാപമാണ്, ലോകത്തിൻ്റെ പാപം. അങ്ങനെയെങ്കിൽ ഈശോ വന്നത് എന്തിന്? ലോകത്തിൻ്റെ പാപം നീക്കാൻ. ആ പാപം നീക്കുന്നത് എങ്ങനെയാണ്? ഈശോ വന്ന് ഇറങ്ങുമ്പോഴും, ഈശോയുടെ ജനന സമയം മുതലും, ഈശോയുടെ രൂപാന്തരീകരണ സമയത്ത്, ഈശോയുടെ ജ്ഞാനസ്നാനത്തിൻ്റെ സമയത്തൊക്കെ സ്വർഗത്തിൽ നിന്ന് കേൾക്കുന്നത് ഇതാണ്, എൻ്റെ പ്രിയപുത്രൻ ഇവൻ്റെ വാക്ക് കേൾക്കുക. കിട്ടുന്നുണ്ടോ? ആ വാക്കാണ് മനുഷ്യനായിട്ട് ഇവിടെ അവതരിച്ചത് ഈശോ. ആ പിശാചിൻ്റെ മേൽ അവിടുന്ന് ആധിപത്യം സ്ഥാപിച്ചു എന്ന് പറഞ്ഞാൽ, പിശാച് മനുഷ്യൻ്റെ മുമ്പിലേക്ക് കൊടുത്ത എല്ലാ പ്രലോഭനങ്ങളുടെ മേലും, പിശാച് പറ്റിച്ച എല്ലാ വാക്കുകളുടെ മേലും ഈ അതിശക്തമായ ദൈവത്തിൻ്റെ വാക്ക്, ഈ ദൈവമായ ഈശോ ആധിപത്യം പുലർത്തി. മരണത്തിൻ്റെ മുകളിൽ, പിശാചിൻ്റെ മുകളിൽ, പ്രലോഭനങ്ങളുടെ മുകളിൽ ഒരു കുരിശിൽ ഒരു സത്യം, ഒരു ജീവൻ, ഒരു വാക്കിങ്ങനെ നിന്നു. സ്നേഹമായിട്ട്, കരുണയായിട്ട്, പാപങ്ങളെല്ലാം പോക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായിട്ട്. പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ഈശോയുടെ ജ്ഞാനസ്നാന വേളയിലും രൂപാന്തരീകരണ സമയത്തും ഒക്കെ കേട്ടതാണ് അവിടുത്തെ വാക്ക് കേൾക്കുക. ഇന്ന് തിരുസഭയോട്, ഇന്ന് വചനം കേൾക്കുന്ന നമ്മളോടെല്ലാം കർത്താവിന് പറയാനുള്ള ഇതേ ഉള്ളൂ, എൻ്റെ വാക്ക് കേൾക്കുക, നിങ്ങൾ ജീവിക്കും. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. എത്ര ഈസി ആയിട്ടാണ് പിശാചിൻ്റെ പ്രലോഭനത്തിൽ വീണുപോയെന്ന് ഓർത്ത് വയ്ക്കുക. ആദ്യ മാതാപിതാക്കൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിൽക്കുന്ന, ആ ചൈതന്യത്തിൻ്റെ ചുറ്റുവട്ടം നിൽക്കുന്ന ആളുകളാണ് പെട്ടെന്ന്. ഒത്തിരി പ്രലോഭനങ്ങളൊന്നും ഉണ്ടായില്ല. ഒറ്റ
ഒറ്റ പ്രലോഭനം. വാക്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് ദൈവവചനത്തിന് അത്രയും പ്രാധാന്യം നിങ്ങൾ കൊടുക്കണം. കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ തയ്യാറാണ്. അവിടെയാണ് നമ്മൾ ക്രിസ്ത്യാനിയായിട്ട് മാറുന്നത്. നമ്മൾ എണ്ണിക്കൂട്ടിയ പ്രാർത്ഥനകൾ നല്ലതാണ്, നമ്മൾ ആരാധിച്ച മണിക്കൂറുകളെല്ലാം അനുഗ്രഹമാണ്, നമ്മൾ പൂർത്തിയാക്കിയ കൂദാശ അനുകരണങ്ങൾ എല്ലാം നല്ലതാണ്. ബട്ട് ഡു യു ഫോളോ ഹിസ് വേർഡ്? അവൻ്റെ വാക്ക് കേൾക്കുന്നുണ്ടോ, അനുസരിക്കുന്നുണ്ടോ? അത് മാത്രമേ ജീവൻ നൽകുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി അങ്ങോട്ട് പാപങ്ങളുടെ ഒരു ഘോഷയാത്രയാണ്, അബദ്ധങ്ങളുടെ ഘോഷയാത്രയാണ്. തുന്നുന്നു, ഉടുപ്പുണ്ടാക്കുന്നു, അങ്ങനത്തെ പരിപാടികൾ, ഒളിച്ചിരിക്കുന്നു, കർത്താവിൻ്റെ മുമ്പിൽ ഒളിച്ചിരിക്കുകയാണ്. എല്ലാം പൊട്ടത്തരങ്ങൾ കേട്ടുകൊണ്ട് അബദ്ധങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങളെ, നമ്മളിന്ന് ചെയ്തു പോയ എല്ലാ പാപങ്ങളും, നിങ്ങളെ അടുത്ത കുമ്പസാരത്തിൽ ഏറ്റു പറയാൻ പോകുന്ന എല്ലാ പാപങ്ങളുടെയും ബേസായിട്ട് കിടക്കുന്ന ഇതാണ്: സജീവവും ഊർജ്ജസ്വലവും മുറിച്ച് തുറച്ച് കയറുന്ന ആ വാക്കും നമ്മൾ കേട്ടില്ല, അനുസരിച്ചില്ല. വിശുദ്ധ ഗ്രന്ഥം കയ്യിലുണ്ടായിട്ട് അതെടുത്ത് കൈപ്പിടിച്ചില്ല, അതെടുത്ത് ഉപയോഗിച്ചില്ല, വായിച്ചില്ല, വിശ്വസിച്ചില്ല. കുമ്പസാരത്തിൽ കൃത്യമായിട്ട് ഏറ്റു പറഞ്ഞേക്കണം. വചനം വായിക്കണം. കുറേ കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. അങ്ങനെ അതിനൊരു കച്ചവടം മുതലാക്കരുതേ. നമ്മളെ സഹായിക്കുന്ന ഒത്തിരി വചനമുണ്ട്. നമ്മുടെ ഭയത്തിലും നമ്മുടെ സങ്കടങ്ങളിലും നമ്മുടെ രോഗങ്ങളിലും ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ ഒത്തിരി വചനങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ സെക്കൻഡറി, ടെർഷറി ലക്ഷ്യങ്ങളാണ്. വചനം എന്താണ്? കർത്താവിൻ്റെ വാക്കാണ്. അത് കേട്ടാൽ നീ ജീവിക്കും. ആ ജീവനുള്ള വാക്ക് കേട്ടനുസരിച്ച് വിശുദ്ധിയോടെ നമുക്ക് മുമ്പോട്ട് പോകണം. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ.